നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം കുടുംബജീവിതമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. 2-3 തവണ നമ്മൾ അത് സംസാരിച്ചു. ഇന്ന് സാന്ദർഭികത പരിഗണിച്ചുകൊണ്ട് മറ്റൊരു വിഷയം സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നബി സ്നേഹവും നബിദിനാഘോഷവും. കാരണം 1-2-3 ദിവസം കഴിഞ്ഞാൽ ലോകമാസകലം ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം, വലിയ ഒരു വിഭാഗം ആളുകൾ വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾക്കും വിശുദ്ധ ഇസ്ലാമിലെ 1, 2, 3 തലമുറകൾക്കും ഒരു നിലക്കും പരിചയമില്ലാത്ത ഒരു പുത്തനാശയത്തെ ഇസ്ലാമിൻ്റെ പേരിൽ വമ്പിച്ച രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുകയും ഒരു വേള അതിൽ പങ്കെടുക്കാത്തവർക്ക് പ്രവാചക സ്നേഹമില്ലെന്നും അവർ സുന്നികളും അഹ്ലുസുന്നയിൽപ്പെട്ടവരുമല്ലെന്നും വരെ പ്രചരിപ്പിക്കുകയും അവരൊക്കെ വേറെ ഏതോ ജാതിയാണ്, അവരെ കണ്ടാൽ മണ്ടരുത് എന്ന രീതിയിൽ പടിയടച്ച് പിണ്ടം വെക്കുന്ന ഒരു രീതി നിലനിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ ന്യായങ്ങൾ പറയാൻ നിർബന്ധിതരാവുകയാണ്. വെറുതെ വിവാദം വലിച്ചിടാൻ നമുക്ക് ആർക്കും താല്പര്യമില്ല. പക്ഷേ എങ്കിലും സ്വയം പ്രതിരോധിക്കാൻ നമ്മൾ നിർബന്ധിതരാകുമ്പോൾ കഴുത്ത് നീട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ന്യായമല്ലല്ലോ. മാത്രമല്ല, ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല സംരംഭങ്ങളോടും നല്ല കർമ്മങ്ങളോടും ഒന്നും സഹകരിക്കാൻ കഴിയാതെ അവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കാതെ അവർ മാറി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ദാവത്ത് എന്ന നിലക്ക് നിങ്ങൾ വരൂ, നിങ്ങൾ വിചാരിച്ചതുപോലെ പ്രവാചക സ്നേഹം ഇല്ലാത്ത കാടന്മാരല്ല ഞങ്ങൾ, നിങ്ങൾ വിചാരിച്ചതുപോലെ പ്രവാചകൻ്റെ എതിർചേരിയിലുള്ളവരല്ല ഞങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കൽ അവരോട് നമ്മൾ കാണിക്കുന്ന ഒരു കാരുണ്യത്തിൻ്റെ ഭാഗം കൂടിയാണ്, സ്വയം പ്രതിരോധിക്കൽ മാത്രമല്ല. അപ്പം അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഈ നബി സ്നേഹവും നബിദിനാഘോഷവും 2 ഭാഗമാണ് നമ്മുടെ വിഷയം. അത് രണ്ടും കൂടെ ഒന്നായിട്ട് ഇപ്പം ഇന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ആദ്യ പകുതി ഒരല്പം പറഞ്ഞാൽ അത്രയുമായി. 2ാം പകുതിയും കൂടി പറയാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ഇരുത്തത്തോടു കൂടി അത് അവസാനിപ്പിച്ച് കുടുംബജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം അടുത്ത ആഴ്ച. ഇപ്പം നബി സ്നേഹം നമ്മുടെ ചർച്ചയുടെ ടോപ്പിക്കിൻ്റെ 1ാമത്തെ ഭാഗം. നബി സ്നേഹം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? നമ്മൾ സാധാരണഗതിയിൽ ചെറുപ്പത്തിലെ കേട്ട് പരിചയമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമാണ്, അത് ഈമാനിൻ്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കാത്തവൻ മുഅ്മിനല്ല, വിശ്വാസിയല്ല. പ്രത്യേകിച്ച് നമ്മളൊക്കെ വളർന്നു വന്നത് അങ്ങനെയുള്ള ഒരു ആഘോഷ പശ്ചാത്തലത്തിലൂടെയാണ്. എല്ലാ വർഷവും ഒരു കുറച്ച് ദിവസങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മത്സര പരിപാടികളും പ്രസംഗവും ഒക്കെ. അതിൽ സാധാരണക്കാരായ നിങ്ങൾക്ക് പോലും മനഃപ്പാടമുള്ള ചില ഹദീസുകളുണ്ടാവും. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. നിങ്ങൾക്കൊക്കെ മനഃപ്പാടുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താ ഇതിൻ്റെ അർത്ഥം? അതുപോലെ ഇമാം ബുഖാരി തന്നെ ഉദ്ധരിച്ച വേറൊരു ഹദീസുണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, വല്ലദീ നഫ്സീ ബിയദിഹി, അല്ലാഹുവിനെ തന്നെ സത്യം എന്ന് പറഞ്ഞു അല്ലാഹുവിൻ്റെ റസൂൽ പറയാം, വല്ലദീ നഫ്സീ ബിയദിഹി, എൻ്റെ ആത്മാവും ശരീരവും ഏതൊരുത്തൻ്റെ പിടിയിലാണോ ആ ഒരുത്തനെ തന്നെ സത്യം. ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല, മുസ്ലിം ആവുകയില്ല, ഹത്ത അക്കൂന, ഞാനാകുന്നത് വരെ, അഹബ്ബ ഇലൈഹി, അവന് ഏറ്റവും പ്രിയങ്കരനാകുന്നത് വരെ. ആരെക്കാളും മിൻ വാലിദിഹി വ വലദിഹി, അവൻ്റെ മാതാപിതാക്കളെക്കാളും അവൻ്റെ സന്താനങ്ങളെക്കാളും. ആ ഹദീസിൽ അത്രേ ഉള്ളൂ. വന്നാസി അജ്മഈൻ എന്ന് ആ ഹദീസിൽ ഇല്ല. എന്നാൽ നേരത്തെ ഞാൻ വായിച്ച ഹദീസിൽ വന്നാസി അജ്മഈൻ, എല്ലാ ജനങ്ങളെക്കാളും. അപ്പം അതിലാരൊക്കെ പെട്ട്? അമ്പിയാക്കന്മാർ വരെ പെട്ടു. ഇബ്രാഹിം നബിയെക്കാളും മൂസാ നബിയെക്കാളും ഈസാ നബിയെക്കാളും നൂഹ് നബിയെക്കാളും എല്ലാ അമ്പിയാക്കന്മാരെക്കാളും ഞാനായിരിക്കണം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവൻ, എങ്കിലേ നിങ്ങൾ ഒരു വിശ്വാസിയാവുകയുള്ളൂ. ഇത് നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യും പിടിച്ചിങ്ങനെ നടക്കുമ്പോൾ
ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ല അൻത അഹബ്ബു ഇലൈ മിൻ കുല്ലി ഷൈ ഇല്ലാ മിൻ നഫ്സി. നബിയെ, നിങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടയാളാണ്, എല്ലാ വസ്തുക്കളെക്കാളും നിങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടയാളാണ്. ഇല്ലാ മിൻ നഫ്സി, എൻ്റെ സ്വന്തത്തെ മാറ്റി നിർത്തിയാൽ, എൻ്റെ സ്വന്തത്തെ മാറ്റി നിർത്തിയാൽ. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നോടാണ്. അതാരായാലും സ്വാഭാവികമായിട്ടും അങ്ങനല്ലേ. അത് ഈ ഇഷ്ടവും ഇഷ്ടമില്ലായ്മയും കണക്കാക്കാൻ ചില മാപ്പിനികളുണ്ട്, ചില മാനദണ്ഡങ്ങളുണ്ട്. അത് വെച്ചിട്ടാണ് അത് പറയാം. ഉദാഹരണത്തിന്, നമ്മൾ രണ്ടാളിങ്ങനെ പോകുമ്പോൾ, നമ്മൾ രണ്ടാളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അപ്പോൾ വലിയൊരു ആക്സിഡൻറ്റ് നടക്കുന്നു, വലിയൊരു അപകടം. ആ അപകടത്തിൽ ഞങ്ങളിൽ രണ്ടിലൊരാൾ മരിക്കും. ഒന്നുകിൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ അയാൾ മരിക്കും, ഉറപ്പാണ്. അങ്ങനെയുള്ളൊരു ഘട്ടം വരുമ്പോൾ അവിടെയാണ് ഈ സ്നേഹം പരിശോധിക്കപ്പെടുന്നത്. എനിക്ക് എൻ്റെ ശരീരമാണോ തോടാണോ എനിക്ക് ഏറ്റവും സ്നേഹം, അതല്ല ഇദ്ദേഹത്തോടാണോ ഏറ്റവും സ്നേഹം? അത് പരിശോധിക്കാൻ കഴിയാത്ത സംഗതിയൊന്നല്ല. അങ്ങനെ ഒരു ഗത്യന്തരമില്ലായ്മയിൽ ഈ നെസസറി ആയിട്ട് അനിവാര്യമായിട്ട് നടക്കുന്ന ആ ഒരു അപകടത്തിൽ ഞാൻ തീരുമാനിക്കുകയാണ്, ഞാനായിട്ട് മരിച്ചാലും വേണ്ടിയില്ല, അവൻ മരിക്കരുത്, എൻ്റെ ജീവൻ പോയാലും വേണ്ടിയില്ല, അവൻ ജീവിക്കണം എന്ന നിലക്ക് ഞാൻ ആ അപകടത്തിലേക്ക് എറിയപ്പെടുകയാണെങ്കിൽ അവിടെ മനസ്സിലാക്കണം, എനിക്ക് എൻ്റെ ശരീരത്തോടുള്ള സ്നേഹത്തെക്കാളും കൂടുതൽ ഈ മനുഷ്യനോട് എനിക്ക് സ്നേഹമുണ്ട്. അതാണ് അതിൻ്റെ രീതി. അതല്ല, ഞാൻ തീരുമാനിക്കുകയാണ്, വലിയൊരു അപകടം നടക്കാൻ പോവാണ്, ഞങ്ങളിൽ രണ്ടാലൊരാൾ മരിക്കും, ഞാൻ ഏതായാലും മരിക്കണ്ട, എനിക്ക് കുറച്ചും കൂടി ജീവിക്കണം, മൂപ്പര് മരിച്ചോട്ടെ, ഗതിയില്ലായ്മയാണ്, മൂപ്പര് മരിക്കാനുള്ള താല്പര്യമൊന്നും എനിക്കില്ല, മൂപ്പര് മരിക്കണം എന്ന് നിർബന്ധമായിട്ടില്ല, പക്ഷെ രണ്ടാലൊരാൾ എന്തായാലും മരിക്കുമല്ലോ, അത് മൂപ്പരായിക്കോട്ടെ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അവിടുന്ന് മനസ്സിലാക്കുക, എനിക്ക് അയാളോടുള്ളതിനേക്കാളും സ്നേഹം എൻ്റെ ശരീരത്തോടാണ്. സിമ്പിളാണ്. വേറെയും ഉദാഹരണങ്ങൾ പറയാം, നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ ചെറിയ ഉദാഹരണം. ഇവിടെയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈ ഇല്ലാ മിൻ നഫ്സി. നബിയെ, നിങ്ങൾ എനിക്ക് എല്ലാ വസ്തുക്കളെക്കാളും പ്രിയങ്കരനാണ്, എൻ്റെ ശരീരം ഒഴികെ. അത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിലുള്ള കാര്യം അദ്ദേഹം പറയാണ്. ഇതിൽ ഒളിയും മറയൊന്നുമില്ല, ഉള്ള കാര്യമുള്ളത് പറയാണ്. എന്തിനാ മൂടി വെക്കുന്നത്? ഉമർ ഇബ്നു ഖത്താബ് വിചാരിച്ചിരിക്കുന്നത്, എൻ്റെ ശരീരം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിൻ്റെ റസൂലിനെയാണ്. അത് അദ്ദേഹത്തിൻ്റെ ആ സമയത്തുള്ള വിശ്വാസവും ധാരണയാണ്. അത് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് പഠിക്കാൻ, നമുക്കും പഠിക്കാൻ അള്ളാഹു ഒരു കാരണം ഉണ്ടാക്കാണ്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ലാ വല്ലാഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്. ഉമറേ, ഈമാൻ ആയിട്ടില്ല, ഞാൻ നിന്റെ ശരീരത്തെക്കാളും നിനക്ക് പ്രിയങ്കരനാകുന്നത് വരെ, ഞാൻ നിന്റെ ശരീരത്തെക്കാൾ, എല്ലാ വസ്തുക്കളെക്കാളും അല്ല, വാപ്പനേക്കാളും ഉമ്മനേക്കാളും അല്ല, നിന്റെ ശരീരത്തെക്കാൾ ഉപരിയായിട്ട് ഞാൻ നിനക്ക് പ്രിയപ്പെട്ടവനാകുന്നത് വരെ നിന്റെ ഈമാൻ പൂർണ്ണമായിട്ടില്ല. അങ്ങനെയാണ് അർത്ഥം വെക്കേണ്ടത്. പക്ഷെ അത് ഞാൻ ഇതിലേക്ക് വരാം. അത് കേട്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നിലപാട് തിരുത്തി. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് തെറ്റായ പ്രസ്താവനയായിരുന്നുവെന്നും, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് യഥാർത്ഥ ഇസ്ലാമിക ആദർശമല്ലെന്നും പ്രവാചകൻ എനിക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ ഞാനത് തിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഹത്താ മിൻ നഫ്സി. നബിയെ, ലഅൻത അഹബ്ബു ഇലയ്യ ഹത്താ മിൻ നഫ്സി. അങ്ങ് എനിക്ക് പ്രിയപ്പെട്ടവരാണ് എൻ്റെ സ്വന്തം ശരീരത്തെക്കാൾ എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ആന യാ ഉമർ, അൽ ആന യാ ഉമർ, ഇപ്പോൾ ശരിയായി, ഇപ്പോൾ ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യഥാർത്ഥ വിശ്വാസിയായിട്ടുണ്ട്. ഇവിടെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ സാധാരണക്കാരാണ്, പലതുകൊണ്ട് പ്രസംഗത്തിൽ പല മൗലവിമാരും മുസ്ലിയാക്കന്മാരും ഒറ്റയടിക്ക് ഇങ്ങനെ അർത്ഥം വെച്ച് പോരാ. അപ്പം അതിൽ ശരിയായ ധാരണ പലപ്പോഴും പലർക്കും കിട്ടൂല, തെറ്റായ ധാരണ ഉണ്ടാവും. ഇപ്പം ഇവിടെ പറഞ്ഞത് ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി എന്ന് പറഞ്ഞതിൻ്റെ അവിടെയൊക്കെ നമ്മൾ കുറേ സമയം നിന്ന് സംസാരിക്കേണ്ട വിഷയം ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ലളിതമായ രീതിയിൽ പറയാം. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, എൻ്റെ ശരീരം കഴിഞ്ഞിട്ട്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അപ്പം അതുവരെ ഉമർ ഇബ്നു ഖത്താബ് മുസ്ലിം അല്ലേ?
മുസ്ലിം അല്ലെങ്കിൽ ഉമർ ഇബ്നു ഖത്താബിനോട് റസൂൽ എന്താ പറയേണ്ടത്? കലിമ ചൊല്ലാനല്ലേ പറയേണ്ടത്? രണ്ടാമത് കലിമ ചൊല്ലുക അല്ലേ, അങ്ങനല്ലേ പറയേണ്ടത്? അത് പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ തകരാറ് എന്തിലാണ് ഉണ്ടായിരുന്നത്? ഈമാനിന്റെ പൂർണ്ണത, ഈമാനിന്റെ ബേസ് അവിടെ ഉണ്ട്. മുസ്ലിമാണ്, മുഅ്മിനാണ്, വിശ്വാസിയാണ്, എന്നാൽ പൂർണ്ണ വിശ്വാസിയായിട്ടില്ല, പെർഫെക്ഷൻ ഇല്ല, കാമിലുൽ ഈമാൻ അല്ല. അതുകൊണ്ടാണ് ഈ ഹദീസിന്റെ വ്യാഖ്യാനം പറഞ്ഞ പണ്ഡിതന്മാരിൽ പ്രമുഖരായ പലരും പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസിയാവുകയില്ല. ഞാനും അർത്ഥം പറഞ്ഞപ്പോൾ അങ്ങനെ അർത്ഥം പറഞ്ഞത്, കാരണം പ്രത്യക്ഷത്തിൽ അങ്ങനെയാണ് അർത്ഥം. ഈ പ്രത്യക്ഷത്തിലുള്ള അർത്ഥമാണ് നമ്മുടെ നബിദിനാഘോഷ ചടങ്ങുകളിൽ ഒക്കെയും മുസ്ലിയാക്കന്മാർ പറയാറുള്ളത്. അതങ്ങനെ തന്നെ പറഞ്ഞോട്ടെ, ഇനി നമ്മൾ കുഴപ്പമൊന്നുമില്ല, ചിലതൊക്കെ അങ്ങനെ പ്രത്യക്ഷത്തിൽ തന്നെ പറയണം. എന്നാലും ഇസ്ലാമിൻ്റെ തിയോളജി ആദർശം പഠിപ്പിക്കുമ്പോൾ അത് അതിൻ്റെതായ രീതി തന്നെ പഠിപ്പിക്കണം, അല്ലാതെ ഞാൻ ചില പൊല്ലാപ്പുകളുണ്ടാവും. അപ്പം ഇവിടെ എങ്ങനെയാണ്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈ, ബുഖാരിയുടെ ഹദീസാണ്. ഈ ഹദീസിനെ പ്രാമാണികരായ പണ്ഡിതന്മാർ വിശദീകരിച്ചത് എങ്ങനെയാണ്? ഉദാഹരണത്തിന് അൽ ഹാഫിദ് ഇബ്നു ഹജറിൻ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, ഐ ലാ യുഅ്മിനു ഈമാനൻ കാമില, പൂർണ്ണമായ വിശ്വാസി ആവുകയില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈ എന്ന ഹദീസ് കൊണ്ട് താല്പര്യം, നിങ്ങളിൽ ഒരാളും തന്നെ 100% വിശ്വാസിയാവുകയില്ല. എന്നാൽ വിശ്വാസിയാണോ? ആണ്. ഒരാൾക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സ്നേഹം എന്ന് പറയുന്നതിന് 2 തലമുണ്ട്, 2 രീതിയുണ്ട്. ഒന്ന് നമ്മുടെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള, നമ്മുടെ നേച്ചറൽ ആയിട്ടുള്ള, നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ളൊരു സ്നേഹമുണ്ട്. മറ്റൊന്ന് നമ്മളുടെ സമ്പാദിച്ചെടുക്കുന്ന സ്നേഹമുണ്ട്, സമ്പാദിച്ചെടുക്കുന്ന സ്നേഹം. അതെങ്ങനെയാ? പ്രകൃതിദത്തമായിട്ടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് അയാളുടെ കുട്ടിയോട്, അയാളുടെ മകനോട് പ്രകൃതിദത്തമായ സ്നേഹമാണ്. ഒരു പ്രത്യേകിച്ച് ഉമ്മമാർക്ക് മക്കളോട് പ്രകൃതിദത്തമാണ്. അതിന് കുറേ കോളേജിൽ പോയി പഠിക്കണ്ട, പുസ്തകം വായിച്ച് പഠിക്കണ്ട. ഏത് വിവരമില്ലാത്തവനും ഏത് പൊട്ടനും സ്വന്തം മക്കളോട് സ്നേഹം ഉണ്ടാവും. ഇപ്പോഴത്തെ മയക്കുമരുന്നും കഞ്ചാവും തോന്നിവാസും ഇപ്പോൾ എല്ലാം താറുമാറായിട്ടുണ്ട്, അത് വേറെ കാര്യം, അതിലേക്ക് നിങ്ങൾ പോരുത്. ഒരു ശരാശരി മനുഷ്യനാകുമ്പോൾ ഏത് കാട്ടറബിക്കും ഏത് ആദിവാസിക്കും ഏത് അട്ടപ്പാടി കോളനിയിൽ പോയാലും അവനവൻ്റെ മക്കളോട് അവനവന് ഉണ്ടാകുന്നത് പ്രകൃതിപരമായ സ്നേഹമാണ്. അവനവൻ്റെ ശരീരത്തോട് അവനവന് ഉണ്ടാകുന്നത് പ്രകൃതിപരമായ സ്നേഹമാണ്. അവനവൻ്റെ ചോരയിൽപ്പെട്ടവരോട് അവനവന് ഉണ്ടാകുന്നത് പ്രകൃതിപരമായ സ്നേഹമാണ്. അത് സ്കൂളിലും മദ്രസയിലും പോയി പഠിച്ചുണ്ടാക്കുന്നതല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞതായിട്ട് കാണാം, പരലോകത്തിൻ്റെ ഭയാനകത പറയുന്നിടത്ത് എന്താ പടച്ചോൻ പറഞ്ഞിട്ടുള്ളത്? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ സ്വാഹിബതിഹി വ ബനീഹി. അല്ലേ? എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഭയാനകമായ ദിവസമാണ്. ആ ദിവസത്തിൻ്റെ ഭയാനകതയുടെ ഒരു ചിത്രമാണ് അത്. ഒരു മനുഷ്യൻ തൻ്റെ സഹോദരനെ ഇട്ടേച്ച് ഓടിപ്പോകും. സഹോദരനെ ഇട്ടേച്ച് സാധാരണ നമ്മൾ ഓടിപ്പോവോ? ഓടൂല. ഒരു പേപ്പട്ടി വരുന്നുണ്ട് കടിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ സഹോദരൻ അവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ എൻ്റെ സഹോദരനെ ആ പട്ടിക്ക് കടിക്കാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കോ? ഇല്ല. ഒന്നുകിൽ നമ്മൾ രണ്ടാളും കൂടി കടികൊള്ളുക, അല്ലെങ്കിൽ ഓൻ രക്ഷപ്പെടുക, എന്നെ കടിച്ചാലും വേണ്ടിയില്ല. ഇതാണ് ദുന്യാവിലെ ട്രീറ്റ്മെൻറ്റ്. പരലോകത്തെ ട്രീറ്റ്മെൻറ്റ് അങ്ങനല്ല. പരലോകത്ത് ഓൻ എന്തായാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് സ്വർഗത്ത് പോകണം. ഉണ്ടോ? 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച് 2 വർഷത്തോളം പാലൂട്ടി വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയെക്കുറിച്ച് ഇന്ന് നമുക്കുള്ള വിചാരമല്ല നാളെ നമുക്കുള്ള വിചാരം. ഇന്ന് നമുക്കുള്ള വിചാരം എന്താ? എൻ്റെ കോടിക്കണക്കായ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചിട്ടും എൻ്റെ ഉമ്മാക്ക് ഒരു മരുന്ന് വാങ്ങിക്കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ, എൻ്റെ ഉമ്മാനെ ശുശ്രൂഷിക്കാൻ കഴിയുകയാണെങ്കിൽ അത് ഞാൻ ചെയ്യും. ഞാൻ മരിച്ചിട്ടെങ്കിലും എൻ്റെ ഉമ്മാക്കൊരു ജീവൻ കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് ഞാൻ കൊടുക്കും. അതാണ് മനുഷ്യത്വം. പരലോകത്തതില്ല.
എൻ്റെ ഉമ്മനെ പിടിച്ച് നരകത്ത് കെറിഞ്ഞു കൊടുത്തിട്ടെങ്കിലും എൻ്റെ ശരീരം കാത്തുകൊള്ളണം. അതാ മനുഷ്യൻ്റെ നിക്ക. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ സാഹിബത്തിഹി വ ബനീഹി. അവൻ കെട്ടിയോള്, അവൻ്റെ മക്കള്, അവരെ മുഴുവനും നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടെങ്കിലും സ്വന്തം ശരീരത്തെ പേർത്തിയെടുക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ദിവസം. ഇന്നല്ലദീന കഫറു ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഅൻ വമിസ്ലഹു മഅഹു എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ലിയഫ്തദൂ ബിഹി മിൻ അദാബി യൗമിൽ ഖിയാമത്തി മാ തുഖബ്ബില മിൻഹും വലഹും അദാബുൻ അലീം. ഖിയാമത്ത് നാളിന്റെ ഭയാനകത, നമ്മുടെ വിഷയം കുറച്ച് മാറിയിട്ടുണ്ട് എനിക്കറിയാം. ഖിയാമത്ത് നാളിന്റെ ഭയാനകത പറയുന്ന സമയത്ത് പറയാം, ഈ ആകാശഭൂമികളിലുള്ളതും അതിൻ്റെ അത്രത്തോളവും, ആകാശഭൂമിയിലുള്ളതെല്ലാം കൂടി കൂട്ടിയാൽ 1 കോടി രൂപക്കുണ്ടെന്ന് വെക്കുക, അത്രത്തോളവും, അഥവാ 2 കോടി 2 കോടി രൂപ അവന് ലഭിക്കുകയാണെങ്കിൽ പോലും അവൻ വിചാരിക്കും, ഇതെങ്കിലും അങ്ങോട്ട് കൊടുത്തിട്ട് എൻ്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങാൻ കഴിയുമോ എന്ന് ചിന്തിക്കും. ആ 2 കോടിയിൽ വാപ്പ പെട്ട്, വല്യാപ്പ പെട്ട്, മക്കള് പെട്ട്, പെണ്ണുങ്ങൾ പെട്ട്, ഭാര്യ പെട്ട്, എല്ലാം പെട്ടു. പക്ഷെ അള്ളാഹ് സ്വീകരിക്കുമോ? അള്ളാഹ് സ്വീകരിക്കില്ല. ഞാൻ നിങ്ങളോട് 2 കോടി ചോദിച്ചിട്ടില്ല, 2 റുപ്യ ചോദിച്ചിരുന്നു. 2 റുപ്യ അന്ന് നിങ്ങൾ കൊടുത്തില്ല. 25 പൈസ നിങ്ങളോട് ഞാൻ ഒരു സമയത്ത് ചോദിച്ചിരുന്നു, അന്ന് നിങ്ങൾക്കത് കൊടുക്കാനുള്ള ബുദ്ധി ഉണ്ടായില്ല. ഇന്ന് നിങ്ങൾ 25 പൈസയുടെ 25 കോടി വന്നിട്ട് എനിക്ക് വേണ്ട. നിങ്ങളെ വാപ്പന്, നിങ്ങളെ ഉമ്മന്, നിങ്ങളെ ബല്യാപ്പനും എല്ലാത്തിനും പിടിച്ച് നരകത്തിലെറിയുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, എൻ്റെ വിഷയം മാതാപിതാക്കളോടും സഹോദര സഹോദരിമാരോടും മക്കളോടും ഭാര്യമാരോടും ഒക്കെയുള്ള, സ്വന്തം ശരീരത്തോടുമൊക്കെയുള്ള സ്നേഹം പ്രകൃതിപരമാണ്. സ്കൂളിലും മദ്രസയിലും പോയി പഠിക്കണ്ട. അത് മാറ്റിയാൽ മാറൂല. പിന്നെ മാറണമെങ്കിൽ മനുഷ്യൻ കഴുതയാകണം. മനുഷ്യൻ കഴുതയായ പിന്നെ നമുക്ക് സംസാരം അവനുമായിട്ടില്ല. എൻ്റെ സ്വന്തം ശരീരത്തോട് എനിക്കുള്ള സ്നേഹം അത് നമ്മളാരും വിചാരിച്ച് മാറ്റിയിട്ട് മാറൂല. അത് നമ്മുടെ ജീനിൽ പെട്ടതാണ്, എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് ഇങ്ങനെയാണോ? നിങ്ങൾ കെയർഫുള്ളായിട്ടിരിക്കണം ദയവായിട്ട്. പകുതി കേട്ട് പകുതി കേൾക്കാതെ ആയാലും ചിലപ്പോൾ കൺഫ്യൂഷനാകും. പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ? ഇങ്ങനെ ആവാൻ പറ്റുമോ? ഇങ്ങനെ ആവണം എന്ന് അള്ളാഹു കൽപ്പിക്കാൻ പറ്റുമോ? അതിലെ സാങ്കത്യം എന്താണ്? അതാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ പ്രവാചകനെ കണ്ടിട്ടില്ല. ഇനി എൻ്റെ ചോരയിൽപ്പെട്ട ആളാണോ? അങ്ങനെയാണെന്ന് അങ്ങനോട് പറയാൻ വയ്യ. എൻ്റെ ജ്യേഷ്ഠനാണോ? എൻ്റെ അനുജനാണോ? എൻ്റെ വാപ്പയാണോ? എൻ്റെ ഉമ്മയാണോ? എൻ്റെ മകനാണോ? പ്രത്യക്ഷത്തിൽ അതൊന്നും അല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ പ്രകൃതിപരമായ സ്നേഹം എങ്ങനെയാണ് പ്രവാചകനോട് ഉണ്ടാവുന്നത്? ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാൾ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അങ്ങനെ പറയുന്നുണ്ട്, അത് എൻ്റെ ഒരു ജാതി ഐഡിയാണ്, ജാതിപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ഐഡി മാത്രം. അല്ലാതെ ഞാനും മുഹമ്മദ് നബി ഞാനും തമ്മിൽ എന്ത് വൈകാരിക ബന്ധമാണുള്ളത് എന്ന് സ്വാഭാവികമായിട്ടും മനുഷ്യൻ ആലോചിക്കും. അപ്പോൾ പ്രകൃതിപരമായ ഒരു സ്നേഹം നിങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടായിരിക്കണം എന്ന് മാത്രമല്ല, അത് ഏറ്റവും ടോപ്പിലായിരിക്കണം. ബാപ്പനോടും ഉമ്മനോടും മക്കളോടും ഭാര്യനോടും ഒക്കെ ഉള്ളതിനേക്കാളും ഏറ്റവും ടോപ്പിലുള്ള പ്രകൃതിപരമായ സ്നേഹം പ്രവാചകനോടായിരിക്കണം എന്ന് അള്ളാഹ് പറയുന്നുണ്ടല്ലോ. അപ്പം അതിപ്പോൾ എങ്ങനെയാണ്? എൻ്റെ വാപ്പയും എൻ്റെ മകനുമല്ലാത്ത, എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവുമല്ലാത്ത, എൻ്റെ ചോരയിൽപ്പെട്ടയാളല്ലാത്ത ഒരാളോട് സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ പടച്ചോനെ? അത് അല്ലാഹു തആല ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ടതല്ലേ അള്ളാഹ് കൽപ്പിക്കൂ. ഞാൻ നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിക്കൊരു ഉദാഹരണം പറയാം, പഠിക്കാൻ വേണ്ടിയിട്ട്. ഇത്തരം ഉദാഹരണങ്ങളൊന്നും പറയാൻ പാടില്ല, തിരിയണം. ചില സംഗതി തിരിയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയണമല്ലോ. ഒരു വിരൂപിയായ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ വിരൂപിയായ ഒരു സ്ത്രീയോട് ആ സ്ത്രീയെ ഭാര്യയാക്കി വെക്കാൻ ഒരാൾക്ക് ഇഷ്ടമുണ്ടാവോ? ഉണ്ടാവില്ലല്ലോ, സ്വാഭാവികമല്ലേ. അല്ല ഇജ് ഓളെ കെട്ടണം അങ്ങനെ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു വിരൂപിയായ ഭർത്താവ്, സുന്ദരിയായ ഒരു സ്ത്രീ ആ പെണ്ണിനോട് പറയാണ് നീ ഇവനെ ഭർത്താവായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ലോജിക്കലല്ല. കാരണം പ്രകൃതിപരമായൊരു സ്നേഹം വരണം, അപ്പോഴേ ഭാര്യയും ഭർത്താവും ആവുള്ളൂ. സ്നേഹം എന്ന് പറഞ്ഞാൽ കെട്ടുന്നതിന് മുന്നേ വരണം എന്നല്ല, കെട്ടിക്കഴിഞ്ഞിട്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാനുള്ള വിഷയം.
അപ്പോ എന്താ ഇപ്പൊ ചെയ്യാ? അള്ള പറയണതോ? അള്ള പറയുന്നത് എന്താ? മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. ബാപ്പനോടുള്ള സ്നേഹത്തെക്കാൾ, മക്കളോടുള്ള സ്നേഹത്തെക്കാൾ പ്രവാചകനോട് സ്നേഹം വേണം. അപ്പൊ അത് പ്രകൃതിപരമാണോ? ആണ്. കാരണം ബാപ്പനോടുള്ള സ്നേഹം പ്രകൃതിയാണ്, സ്കൂളിൽ നിന്ന് പഠിക്കുന്നതല്ല. മക്കളോടുള്ള സ്നേഹം പ്രകൃതിപരമായ സ്നേഹമാണ്, ബുക്ക് വായിച്ച് പഠിക്കുന്നതല്ല. അതിനേക്കാളും സ്നേഹം പ്രവാചകനോട് വേണമെന്ന് പറഞ്ഞാൽ അത് പ്രകൃതിപരമായ സ്നേഹം ആകുന്നു. പക്ഷേ അത് ബുക്കിൽ വായിക്കാതെ എങ്ങനെ പഠിക്കാൻ കഴിയോ? ബാപ്പനോട് ഉമ്മനോടുള്ള സ്നേഹം ഒരു ബുക്കിലും വായിക്കാതെ തന്നെ പഠിക്കാൻ കഴിയും. അത് മനുഷ്യനെന്ന് മാത്രമല്ല, ജന്തുക്കൾക്ക് പോലും ഉണ്ട്. ഒരു കോഴി അതിൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് എങ്ങനെയാ? അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ? അതിൻ്റെ പരിഹാരം പ്രകൃതിപരമായ സ്നേഹം ഉണ്ടാക്കിയെടുക്കുക. എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക? അത് പഠിക്കുക. എങ്ങനെ പഠിക്കുക? പഠിക്കാനുള്ള വല്ല സ്കൂളുണ്ടോ? ആ സ്കൂളിൽ ചിലതൊക്കെ സ്കൂളിൽ പോയി പഠിക്കണം. എന്താ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ വാപ്പാനെ സ്നേഹിക്കുന്നതിൻ്റെ പിന്നിലും ഉണ്ട് ഒരു ലോജിക്ക്. സംഗതി പ്രകൃതി എന്നൊക്കെ നിങ്ങളിങ്ങനെ സൗന്ദര്യത്തിന് വേണ്ടി പറയുന്നതാണെങ്കിലും ഉമ്മാനെ സ്നേഹിക്കുന്നതിനും ഉണ്ട് ഒരു ലോജിക്ക്. ഇതൊന്നും വെറുതെ സ്നേഹിക്കുന്നൊന്നല്ല. കെട്ടിയ പെണ്ണിനെ സ്നേഹിക്കുന്നത് വെറുതെനാ? ഭർത്താവിനെ സ്നേഹിക്കുന്നത് വെറുതെനാ? അല്ലല്ലല്ല. കെട്ടിയ പെണ്ണിനെ സ്നേഹിക്കുന്നതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. പറഞ്ഞ് ABCD ബോധിപ്പിക്കാൻ പറ്റിയ കാരണങ്ങളുണ്ട്. സ്വന്തം മകനെ ഒരു പിതാവ് സ്നേഹിക്കുന്നതിന് കാരണമുണ്ട്. വെറുതെ ഒരാളെയും സ്നേഹിക്കൂല. ഉമ്മാനെ സ്നേഹിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ സംഗതി പ്രകൃതിയിൽ ഊട്ടപ്പെട്ടു. അതൊക്കെ ശരി. എന്തുകൊണ്ട് പ്രകൃതിയിൽ ഊട്ടപ്പെട്ടു? അതിൻ്റെ മറുപടി, എൻ്റെ ഉമ്മ എന്നെ 9 മാസം 10 മാസം വയറ്റിൽ താങ്ങി നടന്ന മനുഷ്യനാണ്. ഒരു പ്രത്യുപകാര പ്രതീക്ഷയും ഇല്ലാതെ 10ാമത്തെ മാസം നൊമ്പരപ്പെട്ട് പ്രസവിച്ചതാണ്. 2 വർഷം എനിക്ക് മുലയൂട്ടിയതാണ്. എന്നെ പൊന്നുപോലെ നോക്കിയതാണ്. അല്ലേ? ഇതിപ്പോൾ 2-3 കാരണം ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കാരണമുണ്ട്. ആ കാരണമൊക്കെ നമ്മുടെ മനസ്സിലും ഉപബോധ മനസ്സിലും ഇംപ്രിൻ്റാണ്. അവിടെ അച്ചടിക്കപ്പെട്ടതാണ്. അത് മാറ്റാൻ മാറൂല. അതുകൊണ്ട് സ്കൂളിലും മദ്രസയിലൊന്നും പോകാതെ തന്നെ അത് നമുക്ക് ബോധ്യം ആണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളിപ്പോൾ ഈ എണ്ണിപ്പറഞ്ഞ ഈ കാരണങ്ങളെക്കാളും ഒക്കെ 10,000 മടങ്ങ് കാരണം എവിടെ ഉണ്ട്? അള്ളാഹുവിൻ്റെ റസൂലിൽ ഉണ്ട്. അത് പഠിക്കണം. ഒറ്റൊന്ന് ഞാൻ പറയാം. നിങ്ങളെ ഉമ്മ നിങ്ങൾക്ക് എന്താ തന്നത്? നിങ്ങളെ ഉമ്മ നിങ്ങൾക്ക് തന്നതെന്താ? ഒരു ജീവിതം തന്നു. ഏത് ജീവിതം? ദുന്യാവിലെ ജീവിതം. എത്ര കൊല്ലം? ഒരു 75-80 കൊല്ലം. 75-80 കൊല്ലത്തെ ഒരു ജീവിതം നിങ്ങൾക്ക് നിങ്ങളെ ഉമ്മ തന്നതിൻ്റെ പേരിലാണ് നിങ്ങളെ ഉമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അവസാനിക്കാത്ത, ഒരിക്കൽ പോലും ദുനിയാവിലെ ജീവിതവുമായി ഒരു നിലക്കും കമ്പാരിസൺ ഇല്ലാത്ത അത്യുന്നതമായ ഒരു ജീവിതം അള്ളാഹു നിങ്ങൾക്ക് തന്നത് മുഹമ്മദ് നബിയിലൂടെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മുഹമ്മദ് നബി അവിടെ കിടക്കുന്നു, നിങ്ങളെ ഉമ്മ അവിടെ കിടക്കുന്നു. മുഹമ്മദ് നബി നിങ്ങളുടെ ഉമ്മ നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് ദുനിയാവിലെ അടുക്കളയിലെ തീയിൽ നിന്നാണ്. നിങ്ങൾ അടുക്കളയിലെ തീ പോയി പിടിച്ചപ്പോൾ ഉമ്മ രക്ഷപ്പെടുത്തി. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് പരലോകത്തിലെ തീയിൽ നിന്ന് ആകുന്നു. ഇത്ര മതി. കൂടുതലൊന്നും ഇപ്പം അതിനെപ്പറ്റി വയറു വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പ്രകൃതിപരമായ സ്നേഹം തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒരു വിശ്വാസിക്ക് ഉമ്മയെക്കാളും ബാപ്പയെക്കാളും മക്കളെക്കാളും ഭാര്യമാരെക്കാളും ഭർത്താക്കന്മാരെക്കാളും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായ ദൈക്ഷണികമായ ന്യായീകരണങ്ങളും ഉണ്ട്. വെറുതെ പറഞ്ഞതല്ല. വെറുതെ ഒരു കറുത്ത പെണ്ണിനെ പിടിച്ചിട്ട്, ഒരു വിരൂപിയായ ഭർത്താവിനെ പിടിച്ചിട്ട് ഓനാണ്ട് സ്നേഹിച്ചൂട് എന്ന് പറഞ്ഞതല്ല. അതിസുന്ദരിയായ തറവാടിയായ അതിനേക്കാളും മേലെയുള്ള ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയാണ് ഓളെ സ്നേഹിക്കണം. ചാടിപ്പിടിക്കൂലേ? നല്ല കോമളനായ, ശ്യാമളനായ, സമ്പന്നനായ, വിദ്യാഭ്യാസമുള്ളവനായ, നാട്ടിലെ പ്രമാണിയായ ഒരു ചെറുപ്പക്കാരനെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഒരു പെൺകുട്ടിയോട് പറയാണ് ഓനെ സ്നേഹിക്കണം. ചാടിപ്പിടിക്കൂലേ?
എന്നാൽ ഇതിനേക്കാളും എത്രയോ അപ്പുറത്ത് ഒരു കമ്പാരിസണും വകുപ്പില്ലാത്ത ഒരു വ്യക്തിയുടെ ചരിത്രം നിങ്ങളെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അള്ളാഹ് പറയുന്നു, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഇതിൽ എന്ത് സാങ്കത്യ കുറവാണുള്ളത്? ഇതിൽ എന്ത് യുക്തിരാഹിത്യമാണുള്ളത്? ഇത് 100-ൽ 110% യുക്തിഭദ്രമാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ട് പോലും ഈ ഒരു പ്രകൃതിപരമായ സ്നേഹം നിങ്ങൾക്ക് ഉണ്ടായി വരുന്നില്ലെങ്കിൽ നിങ്ങളെ ഈ ലിസ്റ്റിൽ നിന്ന് അള്ളാഹു വെട്ടുന്നില്ല. അതല്ലേ കാരുണ്യം? നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രകൃതിപരമായ സ്നേഹം നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എന്ന് വെക്കുക. തല തെറിച്ചു പോയ എത്ര ആൾക്കാരുണ്ട്. ഓന് ലായിലായിലൊന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഉണ്ട്, പള്ളിയിലൊക്കെ വരും, റമദാന് 30 നോമ്പൊക്കെ നോൽക്കും. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഈ രീതിയിലുള്ള ഒരു വൈകാരിക സ്നേഹം ഓനിങ്ങോട്ട് വരുന്നില്ല. അള്ളാഹ് കാക്കട്ടെ. അങ്ങനെ വരണല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ചാടിപ്പിടിക്കണ്ടേ. പക്ഷെ ഓന് വരുന്നില്ല. ഇപ്പോഴും പറയല് നബി പറഞ്ഞ് നമ്മളെ കൂട്ടത്തിൽ എത്ര ആൾക്കാരുണ്ട്? ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാനോ ഒരു റസൂലുള്ളാഹ് എന്ന് പറയാനോ ഒക്കെയുള്ള മടിക്കുന്ന എത്ര ആൾക്കാർ നമ്മളെ കൂട്ടത്തിൽ അല്ലേ? മടിയാണ്. നബി എന്നാ പറയാൻ പാടില്ല. അത് വൈകാരികമായിട്ട് അവൻ പ്രവാചകനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ അടയാളം. വെറും പറഞ്ഞ് മുഹമ്മദ് എന്ന് തന്നെ പറയുന്നവരില്ലേ? അതൊക്കെ ചില കോണ്ടസ്റ്റുകളിലാവാം. മുസ്ലിമീങ്ങളെ മുമ്പിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നിടത്തൊക്കെ ഒരു പക്ഷെ ആവാം. പക്ഷേ നമ്മൾ പള്ളി വെച്ച് പ്രസംഗിക്കുമ്പോഴും നമ്മുടെ കൂട്ടുകാരോട് സംസാരിക്കുമ്പോഴും നമ്മുടെ വീട്ടിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും എന്ത് മുഹമ്മദ്? ഇത് ഏതെങ്കിലും മുഹമ്മദാ? ഇത് നിന്റെ ഉമ്മയേക്കാൾ നിനക്ക് ബന്ധപ്പെട്ടയാൾ, നിന്റെ വാപ്പയേക്കാൾ നിനക്ക് ബന്ധപ്പെട്ടയാൾ, നിന്റെ ഭാര്യയേക്കാൾ ബന്ധപ്പെട്ടയാൾ, നിന്റെ മക്കളെക്കാൾ ബന്ധപ്പെട്ടയാൾ, അങ്ങനെയുള്ള ഒരാളെ എൻ്റെ ഭാര്യനെ പറയുമ്പോൾ എങ്ങനെ പറയാ? അല്ല, ഭാര്യ ഭർത്താവിനെ പറയുമ്പോൾ എങ്ങനെ പറയാ? എന്നിട്ട് നബി ഒരു വട്ടമൊക്കെ അറിയാതെ തൊള്ളയെന്ന് വന്നോന്നല്ല ഞാൻ പറയുന്നത്. ഈ രീതിയിലേ വരുള്ളൂ. ഇസ്ലാമിൻ്റെ ഷിയാറുകൾ പരസ്യപ്പെടുത്താനുള്ളൊരു മടി എന്താ പറയുക? സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ തൊള്ളേന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ പ്രയാസമാണ്. ഈഗോ പ്രശ്നമാണ്. എന്നെപ്പറ്റി എന്താ വിചാരിക്കുക? ഒരു പഞ്ചെന്ന് വിചാരിക്കൂലേ? ഒരു മൗലവി എന്ന് വിചാരിക്കൂലേ? ഒരു മുസ്ലിയാർ എന്ന് വിചാരിക്കൂലേ? വിചാരിച്ചോട്ടോ. അതാണ് ഇസ്ലാം. ഇത് ഈ പ്രവാചക തിരുമേനിയുടെ വിഷയത്തിൽ മാത്രമല്ല, പല വിഷയത്തിലുണ്ട്. ഒരു പുര കയറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയാൻ മടിയുള്ള എത്ര ആൾക്കാരുണ്ട്? ബാപ്പാനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും ഒന്ന് കൈ കൊടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ എണ്ണ എടുക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ വിവരം അറിയാം. സ്വന്തം ബാപ്പാനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കൈ ഇന്നേ വരെ പിടിച്ചിട്ടില്ലാത്ത ആളുകൾ ചിലപ്പോൾ ഈ സദസ്സിലുണ്ടാവും. സ്വന്തം ഉമ്മാനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വീട്ടിൽ കയറുമ്പോൾ ഭാര്യനോട് എല്ലാ പൊളി വർത്താനം പറഞ്ഞിട്ടുണ്ടാവും. ഒരു അസ്സലാമു അലൈക്കും ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടാവില്ല. ചില വാട്സപ്പിൽ മെസ്സേജ് കൊടുക്കും അസ്സലാമു അലൈക്കും, മറ്റേ സ്റ്റിക്കർ ഉണ്ടാവുമല്ലോ, അയക്കി കൊടുത്താൽ മതി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. നേർക്ക് നേരെ മുഖത്തോട് മുഖം നിന്ന് അസ്സലാമു അലൈക്കും എന്ന് ഭർത്താവിനോട് പറയാത്ത ഭാര്യയും ഭാര്യയോട് പറയാത്ത ഭർത്താവും ഇന്നും നമ്മളെ കൂട്ടത്തിലുണ്ട്. എന്താ? അതൊരറപ്പല്ലേ? ഈഗോ പ്രശ്നമല്ലേ? കോളേജിൽ പഠിക്കുന്ന കുമാരന്മാർ ഓന് ഡിഗ്രിക്ക് പഠിക്കുന്നതിന് അതിന് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ പറ്റൂല. ഇങ്ങനെ നമുക്ക് ദീനിനോടും ദീനിൻ്റെ ചിഹ്നങ്ങളോടും അള്ളാഹു ആദരിച്ച വ്യക്തിത്വങ്ങളോടും സ്നേഹമില്ല, കൂറില്ല. അതൊക്കെ നമുക്ക് ഈഗോ പ്രശ്നമായി മാറി. പാടില്ല, ഒരിക്കലും പാടില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടയാളാകേണ്ടിയിരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്നു. അത് ലോജിക്കൽ ആകുന്നു. അത് 100% യുക്തിഭദ്രമാകുന്നു. നിങ്ങളെ ഭാര്യയോട് നിങ്ങൾക്കുള്ള സ്നേഹം, വൈകാരിക സ്നേഹം എത്രത്തോളം യുക്തിഭദ്രമാണോ അതിനേക്കാൾ 10,000 മടങ്ങ് യുക്തിഭദ്രമാണ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിനോട് ഉണ്ടായിരിക്കേണ്ട സ്നേഹം. എന്നിട്ടും നിങ്ങൾക്ക് ആ സ്നേഹം ഇല്ലെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ലിസ്റ്റിൽ നിന്ന് വെട്ടിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് എത്ര ആയിട്ടുള്ളൂന്നറിയോ? നിങ്ങൾക്ക് പെർഫെക്ഷൻ ഇല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ബേസിക്കലി നിങ്ങൾ മുസ്ലിമാണ്, പെർഫെക്ഷൻ ഇല്ല. നിങ്ങൾ പൂർണ്ണ മുസ്ലിം അല്ല.
മുസ്ലിം തന്നെ, നിങ്ങൾ സ്വർഗപ്രവേശം അർഹിക്കുന്ന ആൾ തന്നെയാണ്. നിങ്ങൾ മരിച്ചാൽ നമ്മുടെ പള്ളിയിൽ കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിക്കണം, നമ്മുടെ ശ്മശാനയിൽ മറവെയ്യണം. നിങ്ങൾ മുസ്ലിമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാരുണ്യം. പ്രകൃതിപരമായ ഒരു സ്നേഹം എനിക്ക് തരാൻ, എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് എനിക്ക് തരാൻ സൗകര്യപ്പെടാത്ത ആളുകൾക്ക് പോലും, സാധിക്കാത്ത ആളുകൾക്ക് പോലും ഈ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് കൊടുത്ത പ്രവാചകന്റെ കാരുണ്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പം നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. ഏറ്റവും ഉയർന്ന സ്നേഹം നമുക്ക് പ്രവാചകനോട് ഉണ്ടായി തീരണം. അത് ബാപ്പനോട് ഉമ്മനോട് ഉള്ളതുപോലെ സ്കൂളിലും മദ്രസിലും പോയി പഠിക്കാതെ ഉണ്ടാവില്ല. ബാപ്പൻ്റെതും ഉമ്മൻ്റെതും ഒരു സ്കൂളിലും പോകണ്ട. എന്നാൽ പ്രവാചകനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ളത് അത് പ്രകൃതിപരമായി വരാൻ വേണ്ടിയും അത് ഏറ്റവും ടോപ്പിൽ വരാൻ വേണ്ടിയും നമ്മൾ പഠിക്കണം. ഈ സംശയമൊന്നുമില്ല. കാരണം അത് നമ്മളെ ജീനിൽ ഉള്ളതല്ല, അത് ജീനിലേക്ക് കുത്തിക്കയറ്റണം. അതെങ്ങനെയാ? അത് അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് പഠിക്കുക. അതാണ് അസ്സീറത്തുൻ നബവിയ്യ അശ്ശരീഫ എന്ന് പറയുന്നത്. പ്രവാചക ചരിത്രം, പ്രവാചക ചരിത്രം ഉള്ളതുപോലെ പറഞ്ഞ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. പ്രവാചക ചരിത്രത്തിൻ്റെ ഏറ്റവും ഓതന്റിക് ആയിട്ടുള്ള, ഏറ്റവും ആധികാരികമായിട്ടുള്ള ഉറവിടം, അതിൻ്റെ അവലംബം, അതിൻ്റെ സോഴ്സ് കിതാബുല്ലാഹി ജല്ല ജലാലുഹു, അള്ളാഹുവിൻ്റെ കിതാബാണ്. അള്ളാഹുവിൻ്റെ കിതാബിൽ പ്രവാചകന്റെ ചരിത്രം പറഞ്ഞതുപോലെ ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് നന്നായി പഠിക്കുക. ഖുർആൻ പഠിക്കുക, ഖുർആൻ തദബ്ബുർ ചെയ്യുക. അപ്പം നമുക്കത് ഉണ്ടായിട്ട് വരും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടുള്ള സ്വഹീഹ് ആയ ഹദീസുകളും ചരിത്രങ്ങളും കഥകളും, സ്വഹീഹുൽ ബുഖാരി പോലെ, സ്വഹീഹ് മുസ്ലിം പോലെ, അതുപോലെ മറ്റുള്ള ഹദീസിന്റെ കിതാബുകളിൽ സ്വഹീഹായി വന്നിട്ടുള്ളത്, ബുഖാരി മുസ്ലിം എന്ന് പറഞ്ഞാൽ പിന്നെ ഒക്കെ സ്വഹീഹാണ്. അതിൻ്റെ പുറത്തുള്ള കിതാബുകളാണെങ്കിൽ അതിൽ സ്വഹീഹ് ആയതുണ്ടാകും, അല്ലാത്തതുണ്ടാകും. സ്വഹീഹായത് മാത്രം എടുത്തുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. പ്രവാചക തിരുമേനിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും ചരിത്രങ്ങളും കഥകളും അയവിറക്കുക. അതിൻ്റെ കോണ്ടാക്റ്റുകളിൽ മുഴുവനും ഇത് ഉപയോഗപ്പെടുത്തുക. ഹിജ്റ നമ്മൾ 2 മാസം മുന്നേ, 1 മാസം മുന്നേ നമ്മുടെ ഈ പള്ളിയിലും അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞു. ഹിജ്റയുമായി ബന്ധപ്പെട്ട 3-4 സിറ്റിങ്ങുകൾ നമ്മൾ നടത്തി. അതൊക്കെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വ്യക്തിപ്രഭാവത്തെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന അതിസുന്ദരമായ അധ്യായങ്ങളായിരുന്നു. അത് കേൾക്കുന്നവൻ്റെ മനസ്സിൽ സ്നേഹം കൂടി വരും. അപ്പോൾ ഈ പ്രകൃതിപരമായ ഈ പരിപൂർണ സ്നേഹം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അവൻ മുസ്ലിമാണ്, മുഅ്മിനാണ്. പക്ഷേ പരിപൂർണ മുഅ്മിനല്ല. അതെന്തേ അങ്ങനെ ആയത്? ഓനെ മുസ്ലിമായി പരിഗണിക്കാൻ പറ്റുമോ? ഓനക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിനേക്കാളും കൂടുതൽ ഓൻ്റെ വാപ്പനോടാ സ്നേഹം, ഓൻ്റെ അമ്മനോടാ സ്നേഹം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഓനെ മുസ്ലിമായി കാണാൻ പറ്റുമോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. അതിൻ്റെ മറുപടി അത് കാണാം, അത് അള്ളാഹുവിൻ്റെ ഒരു ഔദാര്യമാണ്. മറ്റൊന്ന്, അത് പ്രകൃതിപരമാണ്. പ്രകൃതിയിലുള്ളത് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സാധിക്കൂല. ബീഡി വലിക്കുന്ന ഒരാൾ ബീഡി വലിക്കുന്നത്, സിഗരറ്റ് വലിക്കുന്ന ഒരാൾ സിഗരറ്റ് വലിക്കുന്നത്, ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇത് വലിച്ച് അവസാനം ഞാൻ ഇല്ലാതാകും എന്ന പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടോനെ. മെഡിക്കൽ കോളേജിൽ വലിയ സീനിയർ പ്രൊഫസറാണ്, എന്നാലും വേണ്ടിയില്ല 2 നേരം ബീഡി കിട്ടണം, വിനേശ് ബീഡിയോ സിഗരറ്റോ കിട്ടണം. എന്താ അത്? സംഗതി വിവരമില്ലായിട്ടല്ല, വിദ്യാഭ്യാസമില്ലായിട്ടല്ല, ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് അറിയാനിട്ടല്ല. പക്ഷെ ഇത് ഒഴിവാക്കാൻ പറ്റുന്നില്ല. പ്രകൃതിയിൽ അങ്ങനെ ആയിപ്പോയി. എന്നതുപോലെ ഞാൻ എൻ്റെ എന്താ പറയുക, സ്വന്തത്തെ സ്നേഹിക്കുന്നവനാണ്. എനിക്ക് എൻ്റെത് കഴിഞ്ഞിട്ടേ ബാക്കിയൊക്കെ ഉള്ളൂ. എൻ്റെ പെണ്ണുങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കിയൊക്കെ ഉള്ളൂ. എൻ്റെ ഉമ്മയും ബാപ്പയും കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ഉള്ളൂ എന്ന് ഓൻ്റെ പ്രകൃതിയിൽ അങ്ങോട്ട് രൂഢമൂലമായിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന്? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അള്ളാഹു ഒരു മനുഷ്യനെ അവന് താങ്ങാൻ പറ്റാത്തത് വഹിപ്പിക്കുകയില്ല. അതുകൊണ്ട് പ്രകൃതിയെ മാറ്റിമറിക്കുക എന്ന് പറയുന്നതിൽ കുറച്ച് പ്രയാസം ഉണ്ട്. ദി ഫോർമേഷൻ ഓഫ് ദി നേച്ചർ കുറച്ച് പ്രയാസമുള്ള സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഓനെ ലിസ്റ്റിൽ നിന്ന് വെട്ടണ്ട. ഓ മുസ്ലിം തന്നെ, പക്ഷേ നല്ല പോരായ്മ അവനിൽ ഉണ്ട്
ഈമാനിൻ്റെ വെളിച്ചം കുറവുണ്ട്, അപ്പം അത് കൂട്ടാൻ വേണ്ടിയുള്ള എക്സർസൈസ് അവൻ ചെയ്യണം. ഈമാനിൻ്റെ ശക്തിയും പ്രകാശവും കൂട്ടിക്കൂട്ടി കൊണ്ടുവരാനുള്ള പരിശീലന മുറകൾ അവൻ അഭ്യസിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഖുർആൻ ഓതുക, ഖുർആൻ പഠിക്കുക, ഹദീസുകൾ പഠിക്കുക, നല്ല നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുക, ക്ലാസ്സുകൾ കേൾക്കുക. നല്ല പ്രസംഗങ്ങളായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കെട്ടുകഥകളും കള്ളക്കഥകളും അള്ളാഹുവിൻ്റെ റസൂലിനെ വീരപരിവേഷം അണിയിക്കുന്ന പ്രഭാഷണങ്ങളും അതൊന്നും പോയി കേൾക്കരുത്. അപ്പം ഇവിടെ ആണ്ടറുതി തോറും നബിദിനാഘോഷം നടത്തുന്ന ഈ വിഭാഗം, ഞാൻ ചോദിക്കട്ടെ, അവർ ചെയ്യുന്നത് ബിദ്അത്താണെന്ന് ആണെങ്കിൽ പോലും, അവർ ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് പറയാം, അവർ ചെയ്യുന്നത് അനാചാരമാണെങ്കിൽ പോലും ആ ചെയ്യുന്നതിൽ എന്തെങ്കിലും നന്മയുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കത് കണ്ണിമ്പേന്. ആ ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ പോലും ഒരു നന്മയില്ല. ഇപ്പം നമ്മൾ മരിച്ചാൽ 3-ൻ്റെ അന്ന് ചാവടിയന്തരം ഉണ്ടാക്കും. ചാവടിയന്തരത്തിൽ കുറച്ചാൾക്ക് ശാപ്പാട് കിട്ടുമെന്നെങ്കിലും വിചാരിക്കാം. ഒരു നെയ്ച്ചോറോ ഒരു ബിരിയാണി എന്തൊക്കെ 4 ആളെ പള്ളപ്പൈപ്പ് മാറുമെന്ന് വിചാരിക്കായിരുന്നു. ബിദ്അത്ത് തന്നെയാണ്. എന്നതുപോലെ ഇവർ ഈ കാട്ടിക്കൂട്ടുന്ന എന്ത് നന്മയാണുള്ളത്? കാരണം ഇവർ വാതോരാതെ പ്രസംഗിക്കുന്നതിൽ എന്തെങ്കിലും ഒന്ന് സത്യമുണ്ടോ? ഇവർ വാതോരാതെ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതിൽ മുഹമ്മദ് റസൂലുള്ളാഹ് ഇല്ല. അതിലുള്ള എന്താണെന്നറിയോ? ഒരു വീരപരിവേഷം സ്വീകരിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മൾ മറ്റേ മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറഞ്ഞ ഒരു യൂറോപ്യൻ എഴുത്തുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദി 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസ് ഇൻ ദി വേൾഡ് എന്ന് പറഞ്ഞ് 100 ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള 100 വ്യക്തികൾ എന്ന് പറഞ്ഞ് ഒരു മൗലൂദിൻ്റെ കിതാബുണ്ടായിരുന്നു. ആ മൗലൂദിൻ്റെ കിതാബാണ് ഇവരെ മദ്രസയിലും ഇവരെ പള്ളിയിലും ആദ്യം തന്നെ പ്രഭാഷണം തുടങ്ങുന്ന കിതാബ്, മൈക്കിൾ എച്ച് ഹാർട്ട്. ആ മൈക്കിൾ എച്ച് ഹാർട്ടിൻ്റെ ബുക്കിൽ വേറെയും കുറേ വീരന്മാരുണ്ട്. ജവഹർലാൽ നെഹ്റു ഉണ്ട്, മഹാത്മാഗാന്ധി ഉണ്ട്, അതുപോലെ കുറേ ആളുകളുണ്ട്. അങ്ങനെയുള്ളൊരു വീരനെയാണ് ഇവർ പരിചയപ്പെടുത്തുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പരിചയപ്പെടുത്താൻ അത് വലിയൊരു ടൈറ്റിലാണ്. വീരൻ, എനിക്ക് വീരനാകാം, നിങ്ങൾക്കൊക്കെ വീരനാകാം, പക്ഷെ എനിക്ക് റസൂലുള്ളാഹാകാൻ പറ്റൂല. നിങ്ങൾക്ക് ആർക്കും റസൂലുള്ളാഹാകാൻ പറ്റൂല. അധ്വാനിച്ചാൽ കിട്ടുന്നതല്ല. എന്നാൽ വീരത്വം, വീരപരിവേഷം ഒരാൾക്ക് ലഭിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇനി വലിയ പ്രയാസം ഉണ്ട് എന്ന് തന്നെ വെക്കുക, എങ്കിൽ പോലും അത് ലഭ്യമാണ്, പോസിബിളാണ്. എത്ര ആളുകൾ വീരന്മാരായി? മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ടൈറ്റിലിനെ പരിചയപ്പെടുത്താൻ ആണ്ടറുതി തോറും പരിപാടികൾ നടത്തുന്ന ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നത് നഗ്നമായ ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇമ്മാതിരി ഒരു കൂത്തിലും പങ്കെടുക്കാത്ത, ഇമ്മാതിരി ഒരു ആഭാസത്തിലും പങ്കെടുക്കാത്ത, ഒരു വേള പ്രവാചക സ്നേഹം ഇല്ലാത്തവർ എന്ന് ആക്ഷേപിക്കപ്പെട്ട വിഭാഗക്കാർ നമ്മളെ കേരളത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം ജമാ എന്നൊക്കെ പറയുന്ന ഈ മുജാഹിദ് ജമാഅത്തിൻ്റെ ആളുകൾ, ഞാനുള്ളത് പോലെ പറയണം, ചിലത് പറയേണ്ടി വരുമല്ലോ, അവർക്ക് ആണ് മുഹമ്മദ് റസൂലുള്ളാഹയെ ഈ മലയാള മണ്ണിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഭാഗ്യമുണ്ടായിട്ടുള്ളത്. അവരുടെ പ്രസംഗങ്ങളിലും അവരുടെ എഴുത്തുകളിലും ജമാഅത്തിൻ്റെ IPH ഇറക്കിയിട്ടുള്ള പുസ്തകങ്ങളായിരിക്കും മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ടൈറ്റിൽ പരിചയപ്പെടാനും പഠിക്കാനും പറ്റിയിട്ടുള്ള മലയാളത്തിലുള്ള ആധികാരിക കൃതികൾ. മൗദൂദി സാഹിബിൻ്റെ കൃതികൾ സുന്നത്തിൻ്റെ പ്രാമാണികത, അബുൽ ആല മൗദൂദിയുടെ കിതാബാണ്. എനിക്ക് മൗദൂദിനെ കുറിച്ച് നല്ല അഭിപ്രായമൊന്നുമില്ലായിരുന്നു ആദ്യം. അത് ഒരു പത്രപ്രവർത്തകൻ എന്ന് സാധാരണ കേട്ടുപരിചയുള്ള സുന്നത്തിൻ്റെ പ്രാമാണികത വായിച്ചപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കിതാബുകൾ വായിച്ചിട്ടുണ്ട് അറബിയിലുള്ള. പക്ഷേ ഇത് ഉറുദുവിലുള്ളത് മലയാളത്തിലാക്കിയത് ഞാൻ വായിച്ചു നോക്കിയപ്പം ഇമ്മാതിരി ഒരു ബുക്ക് 2-ാം നൂറ്റാണ്ടിൽ ഇമാം ഷാഫി റഹിമഹുള്ള കിതാബു റിസാലയിൽ സുന്നത്തിൻ്റെ പ്രാമാണികത പറഞ്ഞിട്ടുണ്ട്. ഏതാനും ചില വരികളിൽ അത് അടിസ്ഥാന പ്രാമാണിക വരികളായിരുന്നു. എന്നാൽ അതിനെ ഈ രീതിയിൽ അത്ഭുതകരമായ രീതിയിൽ വികസിപ്പിച്ചുകൊണ്ട് തൻ്റെ ദിഷണയുടെ ചൂളയിലിട്ടുകൊണ്ട് പാകപ്പെടുത്തി തടിച്ച പുസ്തകമാക്കാൻ പറ്റിയ ഇമ്മാതിരി ഒരു മനുഷ്യനെ 20-ാം നൂറ്റാണ്ട് കണ്ടിട്ടില്ല, അറേബ്യൻ ലോകത്ത് പോലും കണ്ടിട്ടില്ല. എന്നിട്ടല്ലേ അതുപോലെ തന്നെ ഈ സലഫി പ്രസ്ഥാനത്തിൻ്റെ വിവിധ സംഘടനകൾ, പല വകഭേദങ്ങളുണ്ട്, ഞാനതിലൊന്നും കക്ഷിയല്ല, അവരുടെയും കൃതികൾ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പരിചയപ്പെടുന്ന കൃതികൾ വീരപരിവേശമല്ല,
വീരന്മാരിവിടെ എത്ര കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓറിയന്റലിസ്റ്റുകളുടെ ഗൂഢാലോചനയായിരുന്നു അള്ളാഹുവിന്റെ റസൂലിനെ വീരനാക്കി അവതരിപ്പിക്കൽ. അതിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരുന്നു മൈക്കിൾ എച്ച് ഹാർട്ടിന്റെ 100 പേര് എന്ന് പറയുന്ന പുസ്തകം പോലും. കാരണം ജവഹർലാൽ നെഹ്റുവിന്റെ കൂടെ, ഗാന്ധിയുടെ കൂടെ, അതുപോലെ ഇങ്ങനെയുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കൂടെ, ഐസക് ന്യൂട്ടന്റെ കൂടെ എണ്ണപ്പെടുന്ന വീരന്മാരിൽ ഒരു വീരനായിട്ട് മുഹമ്മദ് റസൂലുള്ളാഹിയെ കൊണ്ടുവരിക എന്നൊരു നമ്പർ 1 കൊടുത്തു. 100 ആൾക്കാരെ പറഞ്ഞപ്പോൾ നമ്പർ 1 മുഹമ്മദ് എന്ന് കൊടുത്താൽ ഇവരെ പോലത്തെ തലക്ക് വെളിവില്ലാത്ത ആളുകൾക്കൊക്കെ എന്താവും? നല്ല റാഹത്താവും. ജവഹർലാൽ നെഹ്റുവിനെ പറയുന്നതിനെക്കാട്ടി മുമ്പ് മുഹമ്മദ് നബിനെ പറഞ്ഞതിന് അപ്പം നല്ല മുത്താണ്, നല്ല സുന്നിയാണ് എന്നും പറഞ്ഞ് ഏറ്റിപ്പിടിച്ച് കൊണ്ടുവരും. നമ്മുടെ നാട്ടിൽ ഇന്നും നബിദിനാഘോഷ പരിപാടികളിൽ ഇവർ നടത്തുന്ന പ്രഭാഷണങ്ങളിൽ മൈക്കിൾ എച്ച് ഹാർട്ടിനെ ഉദ്ധരിക്കുന്നില്ലേ? സത്യത്തിൽ മൈക്കിൾ എച്ച് ഹാർട്ട് മുസ്ലിം സമുദായത്തിന്റെ എന്നല്ല, ലോക മനസാക്ഷിയുടെ ചിന്തയെ റസൂലുള്ളാഹ് എന്ന ടൈറ്റിൽ നിന്ന് തിരിച്ചുവിട്ടുകൊണ്ട് വീരൻ പരിവേഷത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ള അതീവ ഗൂഢാലോചനയുടെ സിയോണിസ്റ്റ് ചിന്തയുടെ ഉപജ്ഞാതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വലയിൽ കുറേ ആൾക്കാർ പെട്ടു. ഇമ്മാതിരിയുള്ള കുറേ ആൾക്കാർ, മൗലൂദ് ഓതി കാവ കുടിച്ചു പോകുന്ന ആളുകൾ. പക്ഷെ അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് ആ വലയിൽപ്പെടാത്തത് ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാരാണ്. കാരണം അവർക്ക് ആ വലയിൽ പോയി ചാടേണ്ട ആവശ്യമില്ല. അവരതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല. അവർ മുഹമ്മദ് എന്ന വ്യക്തിത്വത്തെ റസൂലുള്ളാഹ് എന്ന ടൈറ്റിലിലൂടെ അവതരിപ്പിക്കണം. റസൂലുള്ളാഹ് എന്നാകുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? അതൊക്കെ ഉണ്ടാവണം. റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം ഉണ്ടായിരിക്കേണ്ടതുണ്ട്, അതെല്ലാം ഒരു കടുക് മണി പോലും കുറയാതെ ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം ഉണ്ടാകാൻ പാടില്ല, അതൊന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ അങ്ങോട്ട് അവതരിപ്പിക്കണം. ആ റസൂലുള്ളാഹ് എന്ന് പറയുന്ന വ്യക്തിത്വത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട ബന്ധം എന്താണ്? റസൂലുള്ളാഹ് ആണോ? എന്നാൽ ആ റസൂലുള്ളാഹിന്റെ മുകളിലേക്ക് ഒരാളെയും കയറ്റി വെക്കാൻ പാടില്ല. ആ റസൂലുള്ളാഹിന്റെ അധ്യാപനങ്ങളെക്കാളും വലിയത് നിങ്ങളെ ഉസ്താദുമാരെ അധ്യാപനമാകാൻ പാടില്ല. ആ റസൂലുള്ളാഹിന്റെ സുന്നത്തിന്റെ മേലെ ഒരു മദ്ഹബിന്റെ ഇമാമിന്റെ പ്രസ്താവനയും കയറ്റി വെക്കാൻ പാടില്ല. അപ്പൊ റസൂലുള്ളാഹ് എന്ന് പരിചയപ്പെടേണ്ട പോലെ പരിചയപ്പെട്ടാൽ ഇമാം ഷാഫി റഹിമഹുള്ളയെ മേലെ കയറ്റി വെക്കുന്ന ആ പുട്ട് കച്ചവടം പിന്നെ നടക്കൂല. റസൂലുള്ളാഹ് എന്ന ടൈറ്റിലിൽ പരിചയപ്പെട്ടാൽ പിന്നെ ഇമാം അബൂ ഹനീഫയെ അതിൻ്റെ മേലേക്ക് കയറ്റി വെക്കുന്ന ആ തമാശയും കളി പറ്റൂല, നടക്കൂല. ഒരു മുസ്ലിമിന്റെ മാർക്കറ്റിൽ അത് ചെലവഴിക്കപ്പെടൂല. എന്നാൽ വീരനാവുമ്പോൾ അങ്ങനല്ല. അബൂ ഹനീഫ ഭയങ്കര വീരനല്ലേ? മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി എന്തുമാത്രം വലിയ വീരനാണ്. ഇമാം ബുഖാരി വലിയ വീരനാണ്. അപ്പൊ വീരന്മാരിൽ ഒരു വീരനല്ല, രണ്ടാമനില്ലാത്തവനാണ്, തുല്യനില്ലാത്തവനാണ്, തുല്യതയില്ലാത്തവനാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സൃഷ്ടികളിൽ ശ്രേഷ്ഠനാണ്. അത് മുഴുവനായിട്ടും വകവെച്ച് കൊടുക്കണമെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ടൈറ്റിലിൽ നിങ്ങൾ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യണം. അല്ലാതെ കുറേ വട്ടം ഇങ്ങനെ മുത്തുനബി മുത്തുനബി എന്ന് പറഞ്ഞ് ആളെ പറ്റിക്കാൻ വേണ്ടി പ്രസംഗിച്ചതുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹ് ജനങ്ങൾക്ക് പരിചയപ്പെടില്ല. അപ്പോഴും മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ് പറയുന്നത്, നമ്മൾ പറയുന്നത് ഇല്ലേ? അതിലെന്താ അർത്ഥമുള്ളത്? അള്ളാഹുവിൻ്റെ റസൂൽ, അള്ളാഹുവിൻ്റെ ദൂതൻ. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ അള്ളാഹു 1-ാം സ്ഥാനത്ത് വരുന്നു അല്ലേ? ആചാര മകൻ എന്ന് പറഞ്ഞാൽ ആചാര്യ കഴിഞ്ഞിട്ടല്ലേ. ആ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പരിചയപ്പെടുമ്പോൾ ആദ്യം തലമണ്ടയുടെ ഉള്ളിലേക്ക് കയറി വരുന്ന ആശയമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയാണ്, ദൂതനാണ്, മേൽവിലാസം അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹുവിനെ പോലെ കാണാൻ പാടില്ല, അള്ളാഹുവിൻ്റെ മേലേക്ക് കയറ്റി വെക്കാൻ പാടില്ല. സ്നേഹത്തിൻ്റെ, ബഹുമാനത്തിൻ്റെ, ആദരവിൻ്റെ, നന്ദിയുടെ അടിസ്ഥാന സ്രോതസ് അള്ളാഹുവാണ്. അള്ളാഹിനോട് സ്നേഹമുള്ളത് കൊണ്ടാണ് അള്ളാഹിൻ്റെ റസൂലിനോട് സ്നേഹമുണ്ടായത്. അള്ളാഹുവിൻ്റെ സ്നേഹം അടിസ്ഥാനമാണ്, അല്ലെങ്കിൽ കാരണമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം കാര്യമാണ്. കാര്യം ഉണ്ടാവണമെങ്കിൽ കാരണം വേണം.
അപ്പം അള്ളാഹുവിനോട് സ്നേഹം കൂടി വരുന്നതിനനുസരിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം കൂടി വരും. അള്ളാഹുവിനോട് സ്നേഹം കുറഞ്ഞു പോകുന്നതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനോട് സ്നേഹം കുറയും, സ്വാഭാവികമാണ്. ഇത് പരസ്പര പൂരകങ്ങൾ ആണ്. ഒരാൾ പറയണേ എനിക്ക് അള്ളാഹിനോട് ഭയങ്കര സ്നേഹം, മുഹമ്മദ് റസൂലുള്ളാഹിനോട് സ്നേഹമല്ല, അത് ഇമ്പോസിബിൾ ആണ്. വേറൊരാൾ പറയാം എനിക്ക് മുഹമ്മദ് നബിയോട് ഭയങ്കര സ്നേഹം, അള്ളാഹിനോട് അത്ര സ്നേഹമല്ല, അവനും വട്ടപൂജയാണ്. ഇസ്ലാമിൻ്റെ നിയമം ഏറ്റവും കൂടുതൽ സ്നേഹം അള്ളാഹുവിനോടാണ് ഉണ്ടാകേണ്ടത്. അള്ളാഹുവുമായി ബന്ധപ്പെട്ടതിനോടൊക്കെയും സ്നേഹമുണ്ടാകും, ആ ബന്ധത്തിൻ്റെ തോതനുസരിച്ച്. അള്ളാഹുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അപ്പം അള്ളാഹ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹം ആരോണ്ടാവേണ്ടത്? അള്ളാഹിൻ്റെ റസൂലിനോട്. അത് കഴിഞ്ഞാൽ പിന്നെ ആരോടാണ്? പിന്നെ രണ്ടാമത് ബന്ധപ്പെട്ട ആളോട്, അത് ഇബ്രാഹിം നബിയാണ്. അങ്ങനെ ഉലുൽ അസ്മ വരും, പിന്നെ ബാക്കിയുള്ള അമ്പിയാക്കന്മാർ വരും. അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ പിന്നെ സഹാബികൾ വരും. സഹാബികളിൽ ഒന്നാമത്തെ ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. രണ്ടാമത്തെ ആൾ ഉമർ ഇബ്നു ഖത്താബാണ്. അപ്പം ഈ ക്രമത്തിലേ അത് പോകുള്ളൂ. അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് ഇതിൻ്റെ ഒക്കെ ബേസ്. ആ ബേസിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ കറങ്ങുന്നത്. അപ്പം നമ്മളെ മദ്രസയിൽ നമ്മളെ കുട്ടികൾക്ക് പലപ്പോഴും പഠിപ്പിക്കുമ്പോൾ നബി സ്നേഹം, പ്രവാചക സ്നേഹം എന്നിങ്ങനെ സ്നേഹമൊന്നുമല്ല ഇപ്പോൾ പറയല്. ഇപ്പം പ്രേമം എന്ന് പറയുന്നവരുണ്ട്, അനുരാഗം എന്ന് പറയുന്നവരുണ്ട്, അല്ലേ? അറബിയിൽ ഇഷ്ക് എന്നാ പറയുക. ഇഷ്ക് എന്ന് പറഞ്ഞാൽ പ്രേമം. നമ്മൾ മലയാളത്തിൽ പറയുന്നില്ല പ്രേമിച്ച് കല്യാണം കഴിക്കാൻ, അതിന് അറബി പറയുന്ന പേരാണ് ഇഷ്ക്, ആഷിഖ്, അഷീഖ, മാഷൂഖ്. പരസ്യമായിട്ട് ഇവർ പറയുന്നു ആഷിഖുർ റസൂൽ, നോട്ടീസിൽ എഴുതുന്നു. പടച്ചോനെ എന്തൊരു തോന്നിവാസ അശ്ലീല പദങ്ങൾ. അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചും പറയാൻ പാടില്ല. നിങ്ങളെ ഭാര്യനെ കുറിച്ച് പറഞ്ഞോളൂ, എനിക്ക് എൻ്റെ ഭാര്യയോട് പ്രേമമാണ്, അനുരാഗമാണ്, ഇഷ്കാണ്, കുഴപ്പമില്ല. അത് ഹലാലായ നിലക്കുള്ള ബന്ധമാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഹറാമ് പറ്റൂല. എന്നാൽ ഈ ബന്ധം അള്ളാഹുവുമായിട്ട് പാടില്ല, അള്ളാഹുവിൻ്റെ റസൂലുമായിട്ട് പാടില്ല. അവിടെ അറബിയിൽ അള്ളാഹുവിൻ്റെ കിതാബും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തും പഠിപ്പിച്ചിട്ടുള്ള പദം എന്താണോ ആ പദം തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ തത്തുല്യ പരിഭാഷ ഉപയോഗിക്കണം. ഖുർആനിൽ എവിടെയെങ്കിലും ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഉമ്മനെക്കാളും സ്വന്തം മക്കളെക്കാളും ഭാര്യയെക്കാളും ഒക്കെ സ്നേഹം ഉണ്ടാകേണ്ടത് പ്രവാചകനോടാണ്. എന്നിട്ട് പോലും എവിടെയെങ്കിലും അള്ളാഹ് ഖുർആനിൽ പ്രേമം പ്രയോഗിച്ചിട്ടുണ്ടോ? ഈ പ്രേമം, അനുരാഗം എന്ന് തുടങ്ങിയിട്ട് അർത്ഥം വരുന്ന അറബി പദങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിലോ അള്ളാഹുവിൻ്റെ വിഷയത്തിലോ ഉപയോഗിക്കാനും പ്രയോഗിക്കാനും പാടില്ല എന്ന് ധാരാളം പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ എഴുതി വച്ചിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മാത്രമല്ല, ഈ പൊന്നാനിയിൽ, മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലെ കേരളത്തിലൊരു കാലഘട്ടത്തിൽ ഇസ്ലാം പ്രചരിപ്പിക്കാൻ നേതൃത്വം കൊടുത്തിരുന്ന വലിയ മഖ്ദൂം ഷെയ്ഖ് സൈനുദ്ദീൻ റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷാബുൽ ഈമാൻ എന്ന് പറയുന്ന കിതാബിൽ വരെ എഴുതി വച്ചിട്ടുണ്ട്. ഇഷ്ക് എന്ന പദം മലയാളത്തിൽ പ്രേമം, അനുരാഗം തുടങ്ങിയ അർത്ഥം ലഭിക്കുന്ന ഇഷ്ക് എന്ന പദം പറയാൻ പാടില്ല. എന്നിട്ടും ഇതൊക്കെ ഓതി 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 മലക്കം മറിഞ്ഞു എന്ന് പറയുന്ന പണ്ഡിത കോലങ്ങൾ പരസ്യമായിട്ട് പറയുന്നു, എഴുതുന്നു, നോട്ടീസിൽ എഴുതുന്നു. ഒരുത്തൻ്റെ പേര് തന്നെ ആഷിഖുർ റസൂൽ എന്നാണ്, പ്രവാചകനെ പ്രേമിക്കുന്നവൻ. ഇത്ര വിവരക്കേടിനാണോ പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്? പ്രവാചകനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിന് ഒരു രീതിയുണ്ട്. പ്രേമെന്ന് വിചാരിച്ചിട്ട് കാരിട്ട് ഭാര്യ മുണങ്ങാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫ്, മദീനയിലുള്ള ഖബർ ഷരീഫ്, ആ ഖബർ ഷരീഫ് ഇന്നും ഒരാൾക്കും കാണാനും തൊടാനും കിട്ടൂല. പക്ഷെ അത് സഹാബത്തിൻ്റെ ആദ്യത്തെ കാലഘട്ടത്തിൽ ആ ഖബർ കാണാമായിരുന്നു. എന്നിട്ട് പോലും പണ്ഡിതന്മാർ പറഞ്ഞു കൈകൊണ്ട് തൊടാൻ പാടില്ല. നിങ്ങളെ സ്നേഹം അതിന് നിയന്ത്രണമുണ്ട്. ശർഈയായ പരിധികൾ വിട്ടുകൊണ്ടുള്ള സ്നേഹം പാടില്ല. സംഗതി സ്നേഹം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓവറാവും, ശരിയാണ്. നമ്മളൊരു പൂവ് കാണുമ്പോൾ ആ പൂവ് മുഖത്തേക്ക് കൊണ്ടുവെക്കും, ഒരു ഉമ്മ കൊടുക്കും. ഉമ്മ കൊടുക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്. ഒരു സോപ്പിൻ്റെ പെട്ടി കാണുമ്പോൾ നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് മുത്തും, അതൊക്കെ ശരിയാ. പക്ഷേ പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നിടത്തും പരിധികൾ പാലിക്കണം, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. തമാശയും കളി ഇത് ശർഈയായ സ്നേഹമാണ്. വൈകാരികത ഉണ്ട്. വൈകാരികത ശർഇൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിരിക്കണം, അതിൻ്റെ അപ്പുറത്ത് പോകാൻ പാടില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് പോയാലേ ചിലപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തു പോകും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇപ്പോൾ നാളിപ്പോൾ ഒരു ക്ലിപ്പ് കേട്ടു,
മക്കയും മദീനയും ഒക്കെ സെൽഫിയുടെ കയ്യിലാണ്. അങ്ങനെ സെൽഫിയുടെ കയ്യിലായത് അത് നമ്മളെ കയ്യിലായില്ലെങ്കിൽ നമ്മളാ കബറുങ്ങളൊക്കെ പോയിട്ട് മണ്ണൊക്കെ ഭാരിക്കൊണ്ടോന്ന് തിന്ന് തീർക്കും. പരസ്യമായിട്ട് പറഞ്ഞതാ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല, പരസ്യമായി പറഞ്ഞതാ. മക്കയും മദീനയൊക്കെ സെൽഫിയുടെ കയ്യിൽ അത് പടച്ചോനെ ഏൽപ്പിച്ചതാണ്. അങ്ങനെ തന്നെ ഉള്ള പോലെ ഓരും പറയാണ്. കാരണം അങ്ങനെ ആയില്ലെങ്കിൽ നമ്മളൊക്കെ പാടെ പോയിട്ട് ഭാര്യക്കൊണ്ടോന്ന് തിന്നു. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന് ബഹുമാനം ഉണ്ട്, യാതൊരു സംശയവുമില്ല. അത്ഹറു ഖബറിൻ അലാ വജ്ഹിൽ അർളി, ഈ ഭൂമിയിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും പരിശുദ്ധമായ ഖബർ എന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബർ ഷരീഫിനെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയാണ്. റസൂലുള്ളാഹിന്റെ ഖബറിനോടുള്ള സ്നേഹവും ബഹുമാനമൊന്നും ഇവരാരും നമുക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ആ ഖബറിൻ്റെ മണ്ണ് എടുത്തു കൊണ്ടുവന്ന് തിന്നൽ പുണ്യമാണോ? സെൽഫി നിങ്ങളിപ്പോൾ പറയുന്നത് ഇവരെ പറ്റിയല്ലേ? ഈ സെൽഫികൾ വരുന്നതിൻ്റെ മുന്നേ സെൽഫികൾ ഉണ്ടല്ലോ ഇവിടെ. അള്ളാഹുവിൻ്റെ റസൂൽ സഹാബികളില്ലേ? ഏതെങ്കിലും ഒരു സഹാബി ആ ഖബർ ഷരീഫിൽ പോയിട്ട് മണ്ണെടുത്ത് തിന്നിട്ടുണ്ടോ? അപ്പം നിങ്ങൾ തിന്നും അല്ലേ? പരസ്യമായിട്ട് പറഞ്ഞതാ, നിങ്ങളവൊക്കെ മാറി തിന്നും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികളുടെ കാലത്ത് ആ ഖബർ ഷരീഫ് എല്ലാവർക്കും കാണാമായിരുന്നു. പക്ഷെ സമ്മതം ചോദിക്കണം, ആയിഷ ബീവിൻ്റെ സമ്മതം കിട്ടണം, അല്ലേ കാണാൻ പറ്റൂല. അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാ, ചാടിക്കയറാൻ പറ്റൂല. സമ്മതം ചോദിച്ചിട്ടെങ്കിലും കാണാമായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ കാലം വരെ ആ ഖബർ ഷരീഫ് കാണേണ്ടവർക്ക് കാണാമായിരുന്നു. അതിൻ്റെ ശേഷം ഒരു കുട്ടിക്കോ കാണാൻ പറ്റൂല. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഖബർ കാണാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസിൻ്റെ കാലശേഷം ഹിജ്റ 85 ശേഷം ഒരു പടപ്പിനും സാധിക്കൂല. കണ്ട് ആ ഫോട്ടോ പിടിച്ചിന് ക്യാമറയിലുണ്ട്, പച്ച നുണയാണ്. പിന്നെ ഹിജ്റ 10-ാം നൂറ്റാണ്ടിൽ മദീനയിൽ ഒരു തീപിടുത്തമുണ്ടായിരുന്നു. ആ തീപിടുത്തത്തിൽ പ്രവാചക തിരുമേനിയുടെ ഹുജറക്ക് തീ പിടിച്ചു, ചുമരിന് വിള്ളലുണ്ടായി. അങ്ങനെ അത് റിപ്പയർ ചെയ്യേണ്ടി വന്നു. ആ റിപ്പയറിങ്ങിൻ്റെ സമയത്ത് ചില ആളുകൾ കണ്ടിട്ടുണ്ട് ഹിജ്റ 10-ാം നൂറ്റാണ്ടിൽ. അതിൻ്റെ ശേഷം ഒരു കുട്ടിയും കണ്ടിട്ടില്ല. സൗദി അറേബ്യ ഭരിക്കുന്ന ഭരണാധികാരിക്ക് പോലും അത് കാണാൻ സാധ്യമല്ല. എന്നിട്ടല്ല ഈ 4 കൂലികൾക്ക് ഇത് കിതാബിലുള്ളതാണ്. ഏത് സെൽഫിൻ്റെ കിതാബിലല്ല, ഇവർ ബഹുമാനിക്കുന്ന ആളുകളുടെ കിതാബിൽ. സയ്യിദ് സുംഹൂദിയുടെ വഫാ ഉൽ വഫാ ബി അഖ്ബാരി ദാരിൽ മുസ്തഫ എന്ന കിതാബിൻ്റെ 3-ാം വാള്യം എടുത്തു നോക്കി. ഒരൊറ്റ കുട്ടി അത് കണ്ടിട്ടില്ല. വെറുതെ പ്ലൂസ് അടിച്ചിട്ട് കുറേ ഫോട്ടോ മോർഫ് ചെയ്തിട്ട് ആണ് പ്രചരിപ്പിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബർ ആകുമോ? ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇത് പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കുന്നത് വൈകാരികമായിട്ടാണെങ്കിൽ പോലും അതിന് ശറഇൻ്റെ പരിമിതികളുണ്ട്, ശറഇൻ്റെ ലിമിറ്റുകളുണ്ട്. ആ ലിമിറ്റിൻ്റെ അപ്പുറത്ത് കണ്ട് പോകാൻ പറ്റില്ല. പോയാൽ ചിലപ്പോൾ ബിദ്അത്ത് വരും, ചിലപ്പോൾ ശിർക്ക് വരും. ശിർക്ക് വരാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. കാരണം ബഹുമാനിക്കപ്പെടുന്നവരാണ് ആരാധിക്കപ്പെടുക. ബഹുമാനിക്കപ്പെടാത്തവർ ആരാ ആരാധിക്കുക? ആരും ആരാധിക്കൂല. ബഹുമാനിക്കപ്പെടുന്നവരെ ആരാധിക്കപ്പെടുകയുള്ളൂ. അതൊരു തിയറിയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്നത് അള്ളാഹുവിൻ്റെ റസൂലാണ്. ഏറ്റവും പരിപാവനമായത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബർ ഷരീഫ്. അതുകൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ എന്ത് പറഞ്ഞത്? എൻ്റെ വിഷയലേശ സ്ലിപ്പായിട്ടുണ്ടെങ്കിലും നമ്മുടെ കഴമ്പിൽ തന്നെ നമ്മളുള്ളത്, പറ്റമാറിയിട്ടില്ല. അള്ളാഹിൻ്റെ റസൂൽ എന്ത് പ്രാർത്ഥിച്ചു? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുബദൂ, പടച്ചോനെ എൻ്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന വിഗ്രഹം ആക്കരുതേ. എന്താ അങ്ങനെ പ്രാർത്ഥിച്ചത്? എന്താ ഇതിൻ്റെ ലോജിക്ക്? ഇവിടെ ആകെ ഈ ഒരു ഖബർ തന്നെ ഉള്ളൂ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ബഹുമാനപ്പെട്ട ഒരു ഖബർ മാത്രമാണോ ഉള്ളത്? എത്ര ഖബറുണ്ട്? നമ്മളെ വാപ്പാർക്ക്, വല്യാപ്പാർക്ക്, നമ്മളെ നാട്ടിലെ ഔലിയാക്കന്മാർക്ക്, തങ്ങന്മാർക്ക്, മൊയ്യാന്മാർക്ക്, നമ്മൾ കെട്ടിയ പെണ്ണുങ്ങൾക്ക്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബികൾക്ക് ഖബറില്ലേ? എന്നാൽ ഒരു ഖബറും ആരാധിക്കാൻ പാടില്ലല്ലോ. ബാപ്പൻ്റെ ഖബറും ആരാധിക്കാൻ പാടില്ല, ഉമ്മൻ്റെ ഖബറും ആരാധിക്കാൻ പാടില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഖബറും ആരാധിക്കാൻ പാടില്ല, ഒരു ഖബറും ആരാധിക്കാൻ പാടില്ല. എന്നിട്ടും പ്രവാചകൻ പ്രാർത്ഥിച്ചത് എങ്ങനെയാ? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി, എൻ്റെ ഖബർ ആക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അബൂബക്കർ സിദ്ദീഖിൻ്റെ ഖബറിനെ ആരാധിക്കാമെന്നല്ലല്ലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഔലിയാക്കന്മാരുടെ ഖബർ ആരാധിക്കാമെന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. പിന്നെ എന്തിനാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്? അതിൻ്റെ ലോജിക്ക് ഇതാ: ഏറ്റവും ബഹുമാനിക്കപ്പെടുന്നയാൾ ഞാനാണ്, ഏറ്റവും പരിപാവനമായ ഖബർ എൻ്റെ ഖബറാണ്. അതുകൊണ്ട് ഇത് ആരാധിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് ബ്ലോക്ക് ചെയ്തു അല്ലാഹുവിൻ്റെ റസൂൽ ആ പ്രാർത്ഥനയിലൂടെ. അതുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ കാലത്ത് മദീന പള്ളി വികസിപ്പിച്ചപ്പോൾ ആ ഖബർ ഷരീഫിൻ്റെ ചുറ്റുഭാഗം 3 കെട്ട കെട്ടിയതാ. ഞാൻ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ്, കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞത്.
ആ പോലീസുകാർ തടുത്തു വെക്കുന്നുണ്ടല്ല. പിന്നെ 3 കെട്ടാണ് ആ ഖബർ ഷരീഫിൻ്റെ ചുറ്റുമുള്ളത്. ഒന്നാമത്തെ കെട്ട് ആയിഷ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് എന്ന നിലക്കുള്ള ആദ്യമേ ഉള്ള കെട്ട്. അതിൻ്റെ പുറമെ 2 കെട്ടുകളുണ്ട്. ഏറ്റവും പുറമെയുള്ള കെട്ടുണ്ടല്ലോ, 3-ാമത്തെ കെട്ട്, ആ കെട്ട് ചതുരാകൃതിയിൽ പോലുമല്ല. എന്തേ ചതുരാകൃതിയിലാവാഞ്ഞ്? ചതുരാകൃതിയിലായാലും നേർക്ക് നേരെ അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ കഴിയും. അതുകൊണ്ട് അവരതിനെ പഞ്ചഭുജമാക്കി 5 മുഖങ്ങളുള്ള ഒരു ഷെയ്പ്പ് ആക്കി അതിനെ മാറ്റി നേർക്ക് നേരെ നിസ്കരിക്കുമ്പോൾ അതിലേക്ക് തിരിയാൻ കഴിയില്ല. ഇത് ഇവിടുത്തെ മുജാഹിദോ ജമാഅത്തോ പറഞ്ഞതല്ല. ഇമാം നവവി റഹിമഹുല്ല അവിടുത്തെ ഷറഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട്. അൽ ഖാദി അദ്ദേഹത്തിൻ്റെ ഷറഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അവരുടെ ശേഷം വന്നയാളാണ്, അദ്ദേഹവും അത് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുഴുവൻ കുറ്റം സെൽഫിൻ്റെ തലയിൽ കെട്ടിവെക്കണ്ട. നിങ്ങളെ പള്ളിയിലുള്ള കിതാബിലുണ്ട്, മര്യാദ കോതണം, അത്രേ ഉള്ളൂ. ഇങ്ങനെ കഷ്ടത്തിലിറുക്കി നടന്നാൽ പോരാ. അപ്പം ആരാധിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്ന് സഹാബികൾക്ക് അറിയാമായിരുന്നു, താബീങ്ങൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതിനെ ബ്ലോക്ക് ചെയ്യണം, അതിനെ നിയന്ത്രിക്കണം. അപ്പം നോക്കും ഇവലിവിടെ ഒന്ന് പറയാണ്, അങ്ങനെ ഓപ്പണായിട്ട് കിടക്കുകയാണെങ്കിൽ ഞങ്ങൾ ഭാര്യ കൊണ്ടുവരായിരുന്നു. അപ്പം തന്നെ തിരിഞ്ഞു, നിങ്ങൾ വേറെയാണ്, സഹാബത്ത് വേറെയാണ്, നിങ്ങൾ വേറെയാണ്, സുന്നികൾ വേറെയാണ്. ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല. ഇതൊക്കെ നിങ്ങൾ തുറന്ന ഹൃദയത്തോടു കൂടി ആരോടെങ്കിലുള്ള വെറുപ്പും വിരോധവും ഒന്നും വെച്ചിട്ടല്ല ചിന്തിക്കേണ്ടത്. തുറന്ന മനസ്സോടുകൂടി എല്ലാവരും മരിക്കും. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളെല്ലാവരും മരിക്കാനുള്ളതാണ്. ആരോടാണ് വാശി? ആരോട്? എന്നോട് വാശി പിടിച്ചിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘടനക്കാരോട് വാശി പിടിച്ചിട്ട് നിങ്ങളെന്തിന് നരകത്ത് പോയി ചാടണം? ഇത് നിങ്ങളുടെ തന്നെ ഇമാമിയങ്ങൾ എന്ന് നിങ്ങൾ പറയുന്നവരുടെ കിതാബിൽ നല്ലോണം ഉണ്ട്. ഒരു വേള എത്രത്തോളം അറിയാം, ഒരു വേള സെൽഫിൻ്റെ കിതാബിൽ ഉള്ളതിനേക്കാളും സ്ട്രോങ്ങിൽ നിങ്ങളെ കിതാബിലുണ്ട്. സെൽഫിൻ്റെ ഒന്നും നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾ ഈ കിതാബെങ്കിലും എടുത്തിട്ട് അതിലുള്ള പോലെ നടന്നാൽ തന്നെ ഈ നാട് നന്നാകുമായിരുന്നു. പക്ഷെ അതിനും നിങ്ങൾ തയ്യാറല്ല. നമ്മൾ ജൂതന്മാരോട് പറയും, ജൂതന്മാരെ നിങ്ങൾ ഖുർആനൊന്നും നോക്കണ്ട, നിങ്ങളെ കിതാബിലുണ്ടല്ലോ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന്, അതുപോലെ നിങ്ങൾ എടുക്കുന്നില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ ആ കിതാബിലുള്ള മോശപ്പെട്ട സംഗതി മാത്രം എടുക്കും. ആ കിതാബ് തന്നെ തൗറാത്തിൽ തന്നെ ഉണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന്, ബൈബിളിൽ തന്നെ ഉണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന്. നിങ്ങൾ ഖുർആനൊന്നും നോക്കണ്ട, അതിന് നിങ്ങളായിട്ടില്ല. അപ്പം നിങ്ങളെ വേദഗ്രന്ഥത്തിലുള്ള ആ നല്ല കാര്യമെങ്കിലും ഒന്ന് എടുത്തിനെങ്കിൽ തന്നെ നിങ്ങൾ പകുതിയിലധികം രക്ഷപ്പെടും. എന്നാൽ നിങ്ങളെ വേദഗ്രന്ഥത്തിൽ തന്നെ ഏറ്റവും ബടുക്ക് സാധനം അവിടെ അത് മാത്രമേ എടുക്കുള്ളൂ. നല്ല മുഴുവൻ മാറ്റിവെച്ചു. എന്തൊരു കുരുത്തക്കേടാണിത്. അതുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം 2 രീതിയിൽ ഉള്ളതാണ്. ഒന്ന് ഈമാനിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന സ്നേഹം, അതില്ലെങ്കിലും കാഫിറായി പോകും. രണ്ടാമത് ഈമാനിൻ്റെ പൂർണ്ണതയായിട്ട് നിൽക്കുന്ന സ്നേഹം, അതില്ലെങ്കിൽ കാഫിറാകൂല, അവൻ്റെ വോൾട്ടേജ് കുറയും. രണ്ടും ഉള്ളവനാണ് യഥാർത്ഥ സുന്നി എന്ന് പറയുന്നവൻ. ഒന്നാമത്തത് മാത്രമുള്ളവൻ മുസ്ലിമാണ്, ഓനെ പടിക്ക് പുറത്താക്കാൻ പറ്റൂല. അതെന്താണ്? അത് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കുക. അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹുവിങ്കൽ നിന്ന് ലഭിച്ചിട്ടുള്ള സന്ദേശം മാത്രമേ ഈ പ്രവാചകൻ മനുഷ്യർക്ക് കൈമാറിയിട്ടുള്ളൂ. അതിൽ കരിഞ്ചന്തയില്ല. അത് മുഴുവനും വിശ്വാസയോഗ്യമാണ്. അത് മുഴുവൻ അംഗീകരിക്കലും സമ്മതിക്കലും എൻ്റെ ബാധ്യതയാണ് എന്ന് വിശ്വസിക്കലാണ് അടിസ്ഥാനപരമായിട്ടുള്ള ബഹുമാനവും സ്നേഹവും. അതില്ലെങ്കിൽ ഓൻ ഔട്ടാണ്. ഒരുത്തം വിശ്വസിക്കാണ് സംഗതി മുഹമ്മദ് നബി സത്യസന്ധൻ എന്നൊക്കെ പറയാം, പക്ഷെ കുറച്ച് വെള്ളം കൂട്ടിന് എന്ന് വിശ്വസിച്ച ഓ കാഫിറാണ്, ഓ മുസ്ലിം അല്ല. തിരിഞ്ഞല്ലേ? അപ്പം ബേസിക്കലി മുസ്ലിം ആകാൻ അനിവാര്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട ആ ഒരു തോത് ഉണ്ടായിരിക്കണം. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ആശയം. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകൃതിപരമായ വൈകാരിക തലത്തിലേക്ക് ഉയർന്നു വരുന്ന, സ്വന്തം ബാപ്പനെക്കാളും ഉമ്മനെക്കാളും കെട്ടിയ പെണ്ണിനെക്കാളും ഒക്കെ വരുന്ന ഒരു സ്നേഹം. ആ സ്നേഹവും നിർബന്ധമാണ്, സുന്നത്തല്ല, നിർബന്ധ. പക്ഷേ അതില്ലാത്തത് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്താകൂല. ആ സ്നേഹം കൂടി വരണം. അത് വരുന്നതനുസരിച്ച് അവൻ്റെ ഈമാനിൻ്റെ വോൾട്ടേജ് കൂടി വരും. പക്ഷെ അപ്പോഴും ശരീഅത്തിൻ്റെ പരിധി വിട്ട് കിടക്കാൻ പാടില്ല. ശരീഅത്തിൻ്റെ പരിധി വിട്ട് കിടക്കാൻ പാടില്ല. മണ്ണ് പോയി തിന്ന അങ്ങനെയൊക്കെയുള്ള അത് പാടില്ല. വൈകാരിക സ്നേഹത്തിൻ്റെ ഒരു ചെറിയ ഉദാഹരണങ്ങൾ നോക്കും, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക്
ഹിജറ വന്നപ്പോൾ അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ആവശ്യമുള്ള ദിവസം റസൂലുള്ളാഹി തങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും. ആ ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ളത് അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കഴിക്കും. പ്രവാചകൻ കഴിച്ച ഭാഗത്ത് നോക്കിയിട്ട് കഴിക്കും. പ്രവാചകൻ്റെ നാവും കയ്യുമൊക്കെ എവിടെയാണ് തട്ടിയത് അവിടെ സൂക്ഷിച്ചുകൊണ്ട് കഴിക്കും. ഒരു ദിവസം ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. സമയമായപ്പോൾ അത് തിരിച്ചു വന്നു നോക്കുമ്പോൾ ഭക്ഷണം തൊട്ടിട്ടില്ല. അങ്ങോട്ട് കൊടുത്തയച്ച അതേപോലെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേലെ തട്ടിലാണ് താമസിക്കുന്നത്, അബു അയ്യൂബുൽ അൻസാരി താഴെ തട്ടിലാണ്. അതിൻ്റെയൊക്കെ കഥയുണ്ട്, ഞാനതൊന്നും ഇപ്പോൾ ഇവിടെ പറയുന്നതിന് സമയം വൈകിയതുകൊണ്ട്. ഭക്ഷണം തിരിച്ചു വന്ന് നോക്കുമ്പോൾ അതിൽ അതേ പടിയുണ്ട്. അപ്പോൾ അബു അയ്യൂബുൽ അൻസാരിക്ക് വലിയ വിഷമായി. എന്താ പടച്ചോൻ, എൻ്റെ പാചകത്തിന് വല്ല കുഴപ്പമുണ്ടായോ? ഉപ്പ് കൂടിയോ, മധുരം കൂടിയോ, എരിവും പുളിയും കൂടിയോ? ബേജാറായിട്ട് ചോദിച്ചു, നബിയെ എന്താ ഇപ്പോൾ അത്? അല്ല, ഈ ഭക്ഷണത്തിൽ ഹറാമാണോ എന്ന് ചോദിച്ചു. ആ ഹറാമുൻ ഹുവ, അത് ഹറാമാണോ നബിയെ? അപ്പോൾ റസൂൽ പറഞ്ഞു, ഹറാമല്ല, അതിൽ ഒരു സാധനമുണ്ട്, ആ സാധനം എനിക്ക് തിന്നാൻ പറ്റൂല, അത് ഉള്ളിയാണ്. ഒരു ബോംബായി ഉള്ളി, ഒരു സവാള അതിലുണ്ടായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, ഇന്നി ഉനാജി മല്ല തുനാജൂൻ, നിങ്ങൾ സംസാരിക്കാത്ത, നിങ്ങൾ സംബോധന ചെയ്യാത്ത, നിങ്ങൾ ഒരുമിച്ച് കൂടാത്ത ആളുകളുമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്, ഒരുമിച്ച് കൂടുന്നുണ്ട്. അവർക്ക് ഇതിൻ്റെ വാസന ഇഷ്ടപ്പെടൂല. അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റൂലല്ലോ. നമ്മളെ സാധാരണ ഉസ്താദുമാരമാരില്ല. നമ്മളെ ഉസ്താദ് എപ്പോഴാണ് വരിക? ആ ഉസ്താദ് നിങ്ങളിന്ന് വരുമോ? ഞാൻ എപ്പോഴാണ് വരേണ്ടത്? ഫോൺ വിളിച്ച് ചോദിക്കാം. പക്ഷേ ഈ ഉസ്താദ് അങ്ങനത്തെ ഉസ്താദ് അല്ല. ഭാര്യയുടെ കിടപ്പിൽ, ഭാര്യയുടെ ബെഡ്റൂമിൽ വിരിപ്പിൽ കിടക്കുമ്പോഴായിരിക്കും ഉസ്താദ് വരെ. വാതിലിന് മുട്ടും, ഓ വരണം ക്ലാസ് ഉണ്ട്. അപ്പോൾ എഴുന്നേറ്റ് പോകേണ്ടി വരും. ആയിഷ റളിയല്ലാഹു അൻഹായുടെ വിരിപ്പിൽ കിടക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന ഉസ്താദ് വന്നിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും ഉസ്താദ് വരിക. അല്ല, ഞാൻ ഭക്ഷണം കഴിച്ചാട്ടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റൂല. അല്ലെങ്കിൽ 2 ദിവസം മുന്നേ ചോദിച്ചിട്ട് ഡേറ്റ് വാങ്ങി വെക്കാൻ പറ്റൂല. ഉസ്താദിന് തോന്നുമ്പോൾ ഉസ്താദ് വരും, അള്ള പറഞ്ഞേക്കുമ്പോൾ ഉസ്താദ് വരും. അതുകൊണ്ട് ഞാൻ ഈ ഉള്ളി തിന്നിട്ട് അതിൻ്റെ വാസന പോകുന്നതിൻ്റെ മുമ്പായിരിക്കും ഉസ്താദ് വരിക. ഉസ്താദിന് ദുർഗന്ധം ഇഷ്ടമില്ല. അതുകൊണ്ട് ഇന്നി ഉനാജി മല്ലാ തുനാജൂൻ, അതുകൊണ്ട് എനിക്ക് തിന്നാൻ പറ്റൂല. അപ്പോൾ അബു അയ്യൂബുൽ അൻസാരി പറയാം, നിങ്ങൾക്ക് ഹറാമാന്ന് റസൂൽ പറഞ്ഞിട്ടില്ല, നിങ്ങൾ തിന്നരുത് ഹറാമാണ് പറഞ്ഞിട്ടില്ല. പക്ഷെ അബു അയ്യൂബുൽ അൻസാരി ചിന്തിക്കുന്നത് വൈകാരികത ഉണ്ട്. സ്നേഹം എന്ന് പറയുന്നത് ഡ്രൈ അല്ല, വെറും മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് മാത്രം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എനിക്കൊരു വൈകാരികതയില്ലാത്ത രീതിയിൽ മരവിച്ചു നിൽക്കാൻ പാടില്ല, ഷണ്ടനാകാൻ പാടില്ല. അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി അക്റഹു മാ തക്റഹു, നബിയെ അങ്ങ് തിന്നാത്തത് ഞാനും തിന്നൂല, അങ്ങേക്ക് ഇഷ്ടമില്ലാത്തത് എനിക്കും ഇഷ്ടമില്ല. ആണോ? അപ്പോൾ അബു അയ്യൂബുൽ അൻസാരി പിന്നെ ഉള്ളി തിന്നിട്ടില്ല. അത് പ്രവാചക സ്നേഹ, തീവ്രവാദമല്ല, ഖുറാഫാത്തല്ല. അങ്ങനെ പറഞ്ഞു പോകരുത്. ഇപ്പറഞ്ഞതിൻ്റെ അർത്ഥം ഉള്ളി തിന്നാതിരിക്കൽ സുന്നത്താന്നല്ല, ഉള്ളി തിന്നാതിരിക്കൽ പ്രത്യേക സുന്നത്തൊന്നുമല്ല. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ ഉള്ളി തിന്നാറില്ലായിരുന്നു, അതുകൊണ്ട് ഞാനും അത് തിന്നുന്നില്ല എന്ന നിയ്യത്തിൽ ഒരുത്തൻ ഉള്ളി തിന്നാതിരുന്നാൽ അവന് വലിയ കൂലിയുണ്ട്, ഒരു സംശയവും വേണ്ട. അള്ളാഹുവിൻ്റെ റസൂല് ചുരങ്ങ എന്ന് പറയുന്ന പച്ചക്കറിയില്ലേ, അത് നല്ല ഇഷ്ടമായിരുന്നു. ആ പച്ചക്കറി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരുന്നു. എന്തിന്? മൂപ്പർക്ക് ചുരങ്ങ ഇഷ്ടമുണ്ടായിട്ടല്ല, അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടമുള്ള ഭക്ഷണം. അതുകൊണ്ട് മാത്രം എനിക്ക് അതിനോട് ഇഷ്ടമാണ്, അതിൻ്റെ പേരിൽ അവന് കൂലിയുണ്ട്. അതിന് ഖുറാഫാത്ത് എന്നോ തീവ്രവാദം എന്നോ പറഞ്ഞു പോവാൻ പാടില്ല. അങ്ങനെ പറയുന്നവർ ഉണ്ട് എന്ന അർത്ഥത്തിനല്ല ഞാൻ പറയുന്നത്. പക്ഷെ പഠിപ്പിക്കുമ്പോൾ അതൊക്കെ പറയണമല്ലോ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല സംഭവങ്ങളുണ്ട് ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അത് എല്ലാം സുന്നത്ത് ആയിക്കൊള്ളണം എന്നില്ല. ചിലത് സുന്നത്ത് തന്നെയായിരിക്കും, ചിലത് സുന്നത്ത് ആയിക്കൊള്ളണം എന്നില്ല. എന്നാൽ പോലും അത് പ്രവാചക തിരുമേനിയുടെ ഒരു ശീലം ആയിരുന്നു, ചിട്ടയിൽപ്പെട്ടതായിരുന്നു. അത് മതത്തിൻ്റെ ഭാഗമല്ലെങ്കിലും പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് ഞാനത് ചെയ്യുന്നു എന്ന് ഒരുത്തൻ നിയ്യത്ത് ചെയ്തുകൊണ്ട് അത് ചെയ്യുകയാണെങ്കിൽ അതിന് വമ്പിച്ച കൂലിയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ അതിന് അനുമതി കൊടുത്തിട്ടുണ്ട്. അബൂ അയ്യൂബുൽ അൻസാരി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇന്നി അക്റഹു മാ തക്റഹു, ഇത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസാണ്. അത് പറഞ്ഞപ്പോൾ അബൂ അയ്യൂബെ അത്ര വേണ്ട, അത് കുറച്ച് തീവ്രതയല്ലേ,
ഞാൻ പഠിപ്പിച്ചു തരുന്നത് മാത്രം ചെയ്താൽ പോരെ, അങ്ങനെ പറഞ്ഞിട്ടില്ല. പഠിപ്പിച്ചു തരുന്നതൊക്കെ ചെയ്യണം, അത് ദീനാണ്. എന്നാൽ ഇത് ദീൻ എന്നതിനെപ്പറ്റി പറയാൻ പറ്റില്ലെങ്കിലും അത് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള ഒരു വൈകാരികതയാകുന്നു. അത് ആ നീയത്ത് അനുസരിച്ച് ചെയ്താൽ അതിന് കൂലിയുണ്ട്. അതിനെക്കുറിച്ച് പ്രവാചക സ്നേഹം എന്ന് പറയും. ഏത് സ്നേഹം? പരിപൂർണതയുടെ സ്നേഹം. നമ്മൾ നേരത്തെ പറഞ്ഞ അടിസ്ഥാന സ്നേഹം അല്ല. ഉള്ളി തിന്നുന്ന ഒരുത്തൻ, നല്ലോണം ഉള്ളി തിന്നുന്ന ഒരുത്തൻ, അവന് പ്രവാചക സ്നേഹം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതും തീവ്രവാദത്തിന്റെ മറ്റൊരു വെർഷനാണ്. ഉള്ളി തിന്നാതിരിക്കൽ പ്രത്യേക സുന്നത്താണ് എന്ന് പറയുന്നതും തീവ്രവാദമാണ്. രണ്ടും പാടില്ല. ഉള്ളി തിന്നാം, എന്നാൽ പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ ഉള്ളി തിന്നുന്നില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ അത് പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗം ആണ്. അതിന് കൂലിയും കിട്ടും. അപ്പം ഇതിനൊരു വൈകാരിക തലം ഉണ്ട്. ഒരുപാട് സീറയുടെ ഒരുപാട് ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അത് കാണാൻ സാധിക്കും. അപ്പം നബി സ്നേഹം എന്ന് പറയുന്നതിൻ്റെ രണ്ട് വശങ്ങളാണ് ഞാനിവിടെ ചുരുക്കി പറഞ്ഞത്. ഒന്ന് അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ട സ്നേഹം. ആ സ്നേഹം ഇല്ലെങ്കിൽ ഓൻ കാഫിറായിപ്പോയി, ഓൻ ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. രണ്ടാമത്തെ സ്നേഹം അത് പ്രകൃതിപരമായിട്ട് പ്രകൃതിയിൽ കൂടി വരേണ്ടതാണ്. അത് ഒരാൾക്ക് പെട്ടെന്ന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇനി ഉണ്ടായാൽ തന്നെ അതിൻ്റെ ഡോസ് ഏറിയും കുറഞ്ഞുമിരിക്കും. അപ്പം അത് പഠിച്ച് വീണ്ടും പഠിച്ച് ശരിയായ സ്രോതസ്സുകളിൽ പോയി പഠിച്ച് നമ്മൾ കൂടുതൽ അതിനെ ആവാഹിച്ചെടുക്കുമ്പോൾ ആ സ്നേഹവും നമ്മളിൽ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ഈമാനിൻ്റെ പൂർണ്ണതയാണ്. അതാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ലാ യുമിനു അഹദുക്കും ഹത്ത അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കൽ, നിങ്ങൾക്ക് മദീനയിലൊക്കെ നടന്നിട്ടുള്ള സംഭവങ്ങൾ, യുദ്ധങ്ങളും മറ്റുമൊക്കെ നിങ്ങളറിയില്ലേ? ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വരുന്ന അമ്പിനെ മുഴുവനും പ്രതിരോധിക്കുന്നത് സഹാബികൾ മുമ്പിൽ നിന്നിട്ടാണ്. അബൂ തൽഹത്തുൽ അൻസാരിയെ പോലെയുള്ള സഹാബികൾ മുമ്പിൽ നിന്നിട്ട് റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക് വരുന്ന അമ്പുകൾ മുഴുവനും സ്വന്തം ശരീരം കൊണ്ട് വാങ്ങുകയാണ്. അതെന്താ അതിൻ്റെ അർത്ഥം? എൻ്റെ സ്വന്തം ശരീരത്തെക്കാൾ ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ ഇതൊക്കെ അതിൻ്റെ പരിധിയിൽ വരും. അല്ലാതെ വെറുതെ നിസ്കാരം നോമ്പും മാത്രം അല്ല. അത് മാത്രമല്ല, ഇതിന് വൈകാരിക തലം കൂടിയുണ്ട്. എന്നാൽ ഒരാൾ റസൂലുള്ളാഹി തങ്ങൾക്ക് അമ്പേൽക്കുന്നുണ്ട്, അമ്പ് വരുന്നുണ്ട്, അമ്പിങ്ങനെ വരുന്നുണ്ട് ശത്രുക്കളുടെ ഭാഗത്തുനിന്ന്. എൻ്റെ ബാധ്യത എന്താണ്? അത് പ്രതിരോധിക്കല. സ്വന്തം കൈകൊണ്ട് പരിചയമില്ല, ചട്ടയില്ല, പടച്ചട്ടയില്ല, ഇരുമ്പിൻ്റെ ചട്ടയില്ല, എന്നാൽ പോലും അവിടെ നിന്നിട്ട് എൻ്റെ കൈകൊണ്ടും തല കൊണ്ടും ശരീരം കൊണ്ടും പ്രതിരോധിച്ചിട്ട് സ്വയം മരണം വരിക്കലാണ് ഈമാനിൻ്റെ പൂർണ്ണത. പക്ഷെ ഒരാൾ അവിടേക്ക് എത്തിയിട്ടില്ല. അത്ര ഒരു ഈമാൻ ഒരാൾക്ക് ഉണ്ടായിട്ടില്ല. മൂപ്പര് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി കൃത്യമായിട്ട് വിശ്വസിക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പുണ്ട്. പക്ഷെ മൂപ്പര് ഞാൻ മരിച്ചുപോലെ, എനിക്ക് കുറച്ചും കൂടി ജീവിക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേദനയാവൂലേ, ഭയങ്കര വേദനയല്ലേ അമ്പ് കൊള്ളുമ്പോൾ, അതുകൊണ്ട് ഞാൻ ഒന്ന് മാറി നിൽക്കട്ടെ എന്ന് ചിന്തിച്ചു ഓൻ മാറി നിന്നാൽ ഓൻ കാഫിറൊന്നുമല്ല. അങ്ങനെ കാഫിറാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ഇട്ടേച്ചുകൊണ്ട് ഉഹദിൻ്റെ രണാങ്കണത്തിൽ വഴിമാറിപ്പോയ സഹാബികളെ പറ്റി കാഫിർ എന്ന് പറയുമോ നിങ്ങൾ? അവരൊക്കെ കാഫിരീങ്ങളാ? കാഫിരീങ്ങളല്ല. അവർക്ക് ഈമാനിൻ്റെ വോൾട്ടേജ് കുറഞ്ഞു. ഈമാനിൻ്റെ വോൾട്ടേജ് കുറഞ്ഞപ്പോൾ അല്ലാഹു തആല അവരെ ആക്ഷേപിച്ചു, അവരെ പഠിപ്പിച്ചു, അങ്ങനെ ആകാൻ പാടില്ല, നിങ്ങൾ ഓടിപ്പോകരുത്. ഹുനൈൻ യുദ്ധം നടക്കുമ്പോൾ വലഖദ് നസറക്കുമുല്ലാഹു ഫീ മവാത്തിന കസീറത്തിൻ വയൗമ ഹുനൈൻ ഇദ് അഅജബത്കും കസറത്തുകും സുമ്മ വല്ലൈതും മുദ്ബിരീൻ. അല്ലേ? സൂറത്ത് തൗബയിൽ അല്ലാഹ് പറഞ്ഞതല്ലേ, 10,000 ആളുകളുണ്ട്. ബദറിലുള്ളതുപോലെ 313 അല്ല, 10,000 ആളുകളുള്ളത് കൊണ്ട് നമ്മൾ ആരെ പേടിക്കാനാണ് എന്ന് അവരിൽ ചില ആളുകൾ അഹംഭാവം നടിച്ചപ്പോൾ അള്ളാഹു അവർക്ക് കയ്പ് നീര് കുടിപ്പിച്ചു, പേടിച്ചുപോയി. ശത്രുക്കൾ 4 ഭാഗത്തുനിന്നും ആഞ്ഞു വെട്ടിയപ്പോൾ ചിതറിയോടി. സുമ്മ വല്ലൈതും മുദ്ബിരീൻ. ആരെയും ഇട്ടേച്ചുകൊണ്ട ചിതറിയോടിയത്? അള്ളാഹിൻ്റെ റസൂലിനെ അവിടെ ഇട്ടിട്ട്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ തൻ്റെ കോവർ കൈതയുടെ പുറത്തു നിന്ന് കഴുത സ്പീഡിൽ ചലിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ കൈതയുടെ പുറത്തുനിന്ന് ചാടിയിറങ്ങിയിട്ട് അനന്നബിയു ലാ കദിബ് അനബ്നു അബ്ദിൽ മുത്തലിബ്, നിങ്ങൾ എന്നെയല്ലേ ചോദിക്കുന്നത്, ഞാനാണ് മുഹമ്മദ്.
നിങ്ങൾക്ക് കിട്ടേണ്ടത് എൻ്റെ തലയല്ലേ, ഞാൻ ഒളിച്ചോടുന്നില്ല, ഞാനാണ് മുഹമ്മദ്, വരാനുള്ളവർ ഇങ്ങോട്ട് വരൂ, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനായ മുഹമ്മദ് തന്നെയാണ്, അള്ളാഹുവിൻ്റെ നബിയായ മുഹമ്മദാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ അങ്ങോട്ട് മുന്നോട്ട് തള്ളുകയാണ്. അപ്പോഴാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ പറയുന്നത്, അബ്ബാസേ, നാദി അസ്ഹാബ റിദ്വാൻ, നാദി അസ്ഹാബ ഷജറ, നാദി അസ്ഹാബ സമുറ. ബൈഅത്തു റിദ്വാനിൽ എനിക്ക് ഉടമ്പടി തന്നിട്ടുള്ള, എനിക്ക് കരാറ് തന്നിട്ടുള്ള സഹാബികളിലെ അവരെ വിളിക്കൂ അബ്ബാസേ, എൻ്റെ ചുറ്റുഭാഗം നിൽക്കാൻ പറയൂ. ശത്രുക്കൾ 4 ഭാഗം വളഞ്ഞിട്ടുണ്ട്, അവർ എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? എനിക്ക് ഉടമ്പടി തന്നവരല്ലേ അവർ, മരിച്ചാലും വേണ്ടിയില്ല, അങ്ങയുടെ ശരീരവും ജീവനും ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് കരാറെടുത്തിട്ടുള്ള ആളുകൾ എവിടെ പോയി? അവരെ വിളിക്കൂ എന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അബ്ബാസിന് നല്ല ശബ്ദമാണ്, ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാ അസ്ഹാബ ഷജറ, യാ അസ്ഹാബ സമുറ, യാ അസ്ഹാബ ബൈഅത്തി റിദ്വാൻ. അപ്പോഴാണ് എല്ലാവരും ഓടിക്കൂടിയത്. അപ്പോൾ പ്രവാചകനെ ഇട്ടേച്ചു പോയ ഈ സഹാബികളൊക്കെ കാഫിരീങ്ങളാണ് എന്ന് പറയാൻ മാത്രം നിങ്ങൾ വിവരദോഷികളാണോ? അപ്പം അത് കാഫിര്യങ്ങളായി പോകുന്നതല്ല, പക്ഷേ ഈമാനിൻ്റെ ഡോസ് കുറയും. ഈമാൻ പരിപൂർണമായിട്ടുണ്ടാകുമ്പോൾ ഞാൻ മരിച്ചാലും വേണ്ടിയില്ല, എൻ്റെ വാപ്പ മരിച്ചാലും വേണ്ടിയില്ല, എൻ്റെ ദുനിയാവ് മുഴുവൻ പോയാലും വേണ്ടിയില്ല, പ്രവാചകനാണ് ഇവിടെ അടിസ്ഥാനം. ഈ വൈകാരിക തലത്തിലേക്കുള്ള ഉയർന്ന സ്നേഹമാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ മജ്ലിസിലും കൃത്യമായി പറഞ്ഞു കേൾപ്പിക്കേണ്ടത്. അത് നബിദിന, അത് റബീഉൽ അവ്വൽ മാസത്തിൽ പറയാൻ പറ്റുമോ ഇല്ലേ? റബീഉൽ അവ്വൽ 12-ൻ്റെ അന്ന് പറയാൻ പറ്റുമോ ഇല്ലേ? അന്ന് പ്രത്യേക ആഘോഷ പരിപാടികൾ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലേ? അത് നമ്മുടെ ചർച്ചയുടെ രണ്ടാമത്തെ പാർട്ട് ആയിരുന്നു. അവിടേക്ക് നമുക്ക് ഇന്ന് എത്താൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് ആ പാർട്ടും കൂടി പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിക്കാം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫി അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ.